മനുഷ്യനായാൽ അവരുടെ നെളിരിനും കലാമിനൊക്കെ ലോകത്ത് നിത്യ കന്യകയുടെ വിലയായിരിക്കും. മനുഷ്യനും വലിയ അത്ഭുതമാണ്. ഈ കാണണമെന്നല്ല മനുഷ്യന്. അഷേഖ് അബ്ദുറഹ്മാൻ നക്ഷബന്ദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് നല്ല ഹൈറ്റ് ഉള്ള ആളായിരുന്നു എന്നതാണോ? നല്ല വെയിറ്റ് ഉള്ള ആളായിരുന്നു എന്നതാണോ? ഗ്ലാമർ ഉള്ള ആളായിരുന്നു എന്നതാണോ? സംസാരത്തിന് ഗ്രാമർ ഉണ്ടായിരുന്നു എന്നതുമാണോ? അതൊന്നുമല്ല. മനുഷ്യൻ എന്ന വാക്ക് എവിടെയാണോ നേരെ ചൊവ്വേ തറക്കുന്നത് ആ അത്ഭുത പ്രതിഭാസത്തെ അവര് പുഷ്ടിപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തു അള്ളാന്റെ നൂറാകുന്ന ഇൽമു കൊണ്ട്. ഇത് മാത്രമാണ് അബ്ദുറഹ്മാൻ നക്ഷബന്ദിയുടെ പ്രത്യേകത. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. യമനിലാണ് അവരുടെ തറവാടുള്ളത്. പിന്നെ അവര് വന്നത് കർണാടകയിലാണ്. കർണാടകയിൽ നിന്ന് പിന്നെ എത്തിയത് മാഹിയിലാണ്. എനിക്ക് ഇന്നലെ മാഹിയിലായിരുന്നു പരിപാടി. പിന്നെ മാഹിയിൽ നിന്ന് അവർ തിരൂരങ്ങാടിയിലെത്തിയത് ഇൽമു പഠിക്കാനാണ്. അശ്ശൈഖ് സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഇൽമു പഠിച്ചതിന് പുറമെ പൊന്നാനി വലിയ അഹ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ബാവ മുസ്ലിയാരുടെ അരികിൽ ഇൽമു പഠിച്ചതിന് പുറമെ പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ ഇവരൊക്കെ വലിയ ഔലിയാക്കളാണ്. ഔക്കോയ ഹല്ലി ഉക്തുബൻ മാ ഖാലതി ഫീ ളഹ്രി മിഹ്റാബിൽ മജീദിൽ ജുമുഅതി നഫായിസു ദുററി കിതാബുൽ അദ്കിയാ ജൗഹറത്തുത് തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ هذه الثلاثة حفظها في البال حتى يزول الإنجليز الوالي. മമ്പുറതങ്ങളെ കവിതയാണ്. അതിലുണ്ട് ഔക്കോയ മുസ്ലിയാരോട് പറഞ്ഞത്, ഔക്കോയ മൂല്യരെ ഞാൻ ഈ പറയണതൊക്കെ തിരുവങ്ങാടി പള്ളിന്റെ ചുമരില് മിഹ്റാബിൽ എഴുതി വെക്കാനാണ് മമ്പുറതങ്ങൾ പറഞ്ഞത്. മമ്പുറതങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനും മുരീദും അവിടുന്ന് ഹൃദയത്തിലുള്ള പ്രകാശം മുഴുവനും ചൊരിച്ചു കൊടുത്ത ഔക്കോയ മുസ്ലിയാരുടെ ഹൃദയമാകുന്ന പാത്രം സയ്യിദ് അലവി തങ്ങൾ നിറച്ചു. ആ ഔക്കോയ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട മുഖറബായ ശിഷ്യനായിരുന്നു അശ്ശൈഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി. നഖ്ശ് എന്ന് പറഞ്ഞാൽ തറക്ക കുത്തിവെക്ക എന്നർത്ഥം. നഖ്ശ് മഹാനായ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖി അൽ മുലഖബ് ബിൽ അതീഖ് ഖാതിൽ സിന്ദീഖ് അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാറ് തൗറിൽ മുത്തനബിയെ മടിയിൽ കിടത്തിയിട്ട് ഹബീബ നബിക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ട് ഇരിക്കണ രംഗണ്ട്. ആ സമയത്ത് ശത്രു വിഭാഗത്തിന്റെ കൂർത്ത വാൾമുനകൾ സിദ്ദീഖുൽ അക്ബർ ആ ഗുഹക്കകത്തിരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോ കണ്ടപ്പോ പേടിച്ചു. എന്താ പേടിച്ചത്? തന്നെ കുറിച്ചല്ല, എന്റെ ഹബീബിന് വല്ലതും സംഭവിക്കുമെന്ന് പേടി വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഇത് മൂസാനബി പറഞ്ഞപ്പോ മൂസാനബിനെ മുമ്പിലാക്കി അള്ളാനെ അതിന്റെ നേരെ വേക്കലാക്കി. അത് സ്ഥാനക്കുറവല്ല, പക്ഷെ ഗ്രേഡ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് എപ്പോഴാ മൂസാനബി പറഞ്ഞത്? ഫിർഔന് അനുയായികളും കൊല്ലാൻ വേണ്ടി പാതിരാവിന്റെ ഉള്ളറയിൽ 12 ലക്ഷം പട്ടാളക്കാരുമായി ഫിർഔന് വന്ന സമയത്ത് മൂസാനബി ചെങ്കടൽ തീരത്താണ്. അനുയായികൾ പറഞ്ഞു ഇന്നാലെ മുദറക്കൂൻ, നമ്മളിപ്പോ പിടിക്കപ്പെടുമല്ലോ മൂസാനബി പറഞ്ഞു ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. റബ്ബി പിന്തി മഴി മുന്തി. അതേ വാക്ക് വാറ് സൗറിന്റെ ഉള്ളെന്ന് പറഞ്ഞു. അള്ളാഹു മുന്തി, ഇന്നല്ലാഹ മഅയ്യത്ത് ബിന്തി മഅനാ. കാരണം അഫ്ളലായ മഖാമിലാണ് മുഹമ്മദ് മുസ്തഫ. ആള് അന്തരീക്ഷത്തിൽ കൂടെ പരുന്തിന്റെ മേലെ പാറിയുന്നൂട്ട. സ്രാവിനേക്കാൾ സ്പീഡിൽ വെള്ളത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ തവളയേക്കാൾ സ്പീഡിൽ ചാടി പോയി നോട്ട. എന്നിട്ട് മഹാനവറുകൾ ഇമാം ഷാറാനിയുടെ ഇബാറത്താണെന്ന് എന്റെ ഓർമ്മ അവിടെ ഉദ്ധരിച്ചു. യവാക്കയത്തിലുള്ള ഇബാറത്താണെന്ന് എന്റെ ഓർമ്മ. അല്ലാഹു അലം, എന്റെ ഓർമ്മ അങ്ങനെയാണ്. ഇനി അഹയ്യൽ മൗത്ത്, അയാൾ മരിച്ചോരെ ജീവിപ്പിച്ചെന്ന് കൂട്ടുക, എന്നാലും നമ്പാൻ പറ്റൂല. കാലഘട്ടത്തിന്റെ വാക്കുകളാണത്.
അങ്ങനെ പറയാൻ കുറഞ്ഞ ആളുകൾക്ക് കഴിയൂ. അത് കാലഘട്ടം ഉമ്മത്തിന് വേണ്ടി നൽകിയിട്ടുള്ള വിലപ്പെട്ട വാക്കുകളുടെ സാഹിബാൻ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും അന്തരീക്ഷത്തിലൂടെ പാറുന്നത് കണ്ടാലും മരിച്ചവരെ ജീവിപ്പിക്കുന്നത് കണ്ടാലും അവൻ മഹാനാണ്, തെറ്റിദ്ധരിക്കരുതേ. മഹാനാകാതിരിക്കാം. പിന്നെ മഹാനാണ് എന്നതിന്റെ മാനദണ്ഡം അത്ഭുതങ്ങളല്ല. ഫൽ കറാമാതു ബിമഅനൽ ഖവാരിഖി ഫലാ ഇബ്റത ലഹാ ഇൻദൽ മുഹഖഖീൻ വഅജല്ലുൽ കറാമതി അൽ ഇസ്തിഖാമ. ഏറ്റവും വലിയ കറാമത്ത് മേലെ പറക്കലല്ല, ആകാശം കീറി മുറിക്കലല്ല, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കലല്ല, അന്തരീക്ഷത്തിൽ നിസ്കരിക്കലല്ല, ദുആ ചെയ്തുകൊണ്ട് രോഗം മാറ്റലല്ല, ഒരു വേള ഖബറിൽ കിടക്കുന്ന മയ്യിത്തിനെ എണീപ്പിക്കലുമല്ല. ഏറ്റവും വലിയ കറാമത്തേ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയിട്ട് പടച്ചവനെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കലാണ്. അതിന് പരുന്തിന് കഴിയൂല, തവളക്ക് കഴിയൂല, പാമ്പുകൾക്ക് കഴിയൂല. മാരിഫത്തനുസരിച്ചുകൊണ്ട് മഅബൂദിനെ തിരിഞ്ഞ് ആരാധിക്കാൻ കഴിയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനാണ് നിങ്ങളെ നാട്ടിൽ വന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങളെ നാട് നെലിമലിയുള്ള നാടാ, അത് കളയരുത് നിങ്ങൾ. ഈ കമ്മിറ്റിക്കാരൻ എന്തിനാണ് ഈ നാട്ടിലുള്ള ചിട്ടകൾ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പടവെട്ടി ആകാവുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി ആളുകളുടെ വെറുപ്പും സ്നേഹം നോക്കാതെ പടച്ചോനെ എന്തിച്ച് ഇത് ഇന്നല്ലെങ്കിൽ നാളെ സൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലെത്തിയാൽ കെട്ടിപ്പിടിച്ച് ശൈക്കാണ്ട് കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ മുഖം നോക്കാതെ ചിട്ട നിലനിർത്താൻ വേണ്ടി ഭാരവാഹികളും ഇവിടെയുള്ള പള്ളി ജീവനക്കാരും സംയുക്തമായി പരിശ്രമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവരൊക്കെ നിലനിർത്തിയിട്ടുള്ള ചിട്ടകളെ പിടിച്ചു നിർത്തിയാൽ അവരുടെ കൂടെ നാട്ടുകാർക്ക് മുഴുവനും സ്വർഗത്തിലെത്താൻ കഴിയും. താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ന തഖ്വ കൊണ്ടാണ്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ, നിലനിർത്തി കൊടുക്കട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ അക്സവൻ നിങ്ങളോട് പഴയ കാലങ്ങളെ പുരാണികളോട് പറഞ്ഞു ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കണം. അവര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ട് മണ്ണെണ്ണ കത്തിക്കാനുള്ള ഒരു വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണയും കൂടി നമ്മളെടുത്തില്ലല്ലോ. അന്ന് വിളക്കും മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഇതിൽ പറയാൻ തന്നെ നമ്മളെ വാക്കുകൾ തന്നെ മറന്നുപോയി അല്ലെ. മണ്ണെണ്ണക്ക് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, നമ്മളൊക്കെ മറന്നുപോയി. കാസറ്റ് ഒക്കെ എടുത്തു, അതൊക്കെ മണ്ടേന്ന് എടുത്തു പോയി. കാസറ്റ്, മണ്ണെണ്ണ, ചിമ്മിണി, ഓലപ്പര. എന്റെ വീടൊക്കെ ഓലമേഞ്ഞ വീട്. ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് നമ്മളെ വീട് അത് ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയിരുന്നത് എന്റെ അയൽവാസി അയ്യപ്പേട്ടനായിരുന്നു. അയ്യപ്പൻ ഇങ്ങനെ ഓല ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. അയാളിങ്ങനെ മുടഞ്ഞിട്ട് ഇങ്ങനെ വീടിങ്ങനെ മറക്കും, മണ്ണുകൊണ്ട് തേമ്പി പിടിപ്പിക്കും. അതിന്റെ ഉള്ളിൽ ചിമ്മിണി വിളക്ക്, അതിന്റെ ഉള്ളിൽ ഉപ്പ, അതിന്റെ ഉള്ളിൽ ഉമ്മ. ഒറ്റ റൂമിൽ ഞങ്ങൾ 5-8 ആൾക്കാര്. ആ ചിമ്മിണി ഒറ്റൊന്ന് കത്തിക്കും, ചുറ്റുപാത്താണ്ടിരിക്കും, അതാതാണ്ട് തുടങ്ങും. യാദൽ ജലാലി വൽ ഇക്റാം അമിസ്ന അലാ ദീനിൽ ഇസ്ലാം. തൊട്ടടുത്തിലൂടെ പാമ്പുകൾ പോകുന്നുണ്ടാകും, പക്ഷേ കയറൂല്ല. കയറിയാൽ തന്നെ കടിക്കൂല, കടിച്ചാൽ തന്നെ വിഷം തീണ്ടൂല്ല. കാരണം പാതിരാവിൽ അവിടെ മുഴങ്ങിയിരുന്നത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്റാണ്. ഒരു സഹാബി മുത്തുനബിയോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, കരിന്തേളിന്റെ ശല്യമാണ് വീട്ടിൽ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ നിനക്കറിയില്ലേ? ആ സ്വഹാബി പതിവാക്കിയ അന്ന് മുതല് അവിടെ തേളുകളില്ല. ഈ ഹദ്ദാദ് എന്തിനാണ് രംഗപ്രവേശനം ചെയ്തത്? അത് തേളിൽ നിന്നുള്ള കാവലിന് വേണ്ടിയല്ല, അത് പാമ്പിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയല്ല, അത് കള്ളനിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. അഖീദ കെട്ടുപോകുന്ന സമയത്ത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഹദീസിൽ അറിയപ്പെട്ട ദിക്റുകളൊക്കെ സമാഹരിച്ചതാണ്. ഹദ്ദാദ് എങ്കിൽ മഴ പെയ്താല് ചോർന്നൊലിക്കുന്ന, കാറ്റടിച്ചാല് പൊളിഞ്ഞു പോകും
പോകുന്ന ഉറുമ്പുകൾ പ്രകടനം നടത്തുന്ന, എലികൾ ഡാൻസ് കളിക്കുന്ന വീടുകളിൽ ചിമ്മിണിയുടെ സഹായത്തോടെ മൊക്കനയിട്ട വല്യമ്മാന്റെ നേതൃത്വത്തിലായി മക്കളും പേരക്കുട്ടികളും ഹദാദ് പതിവാക്കിയിരുന്ന കാലത്ത് ആത്മഹത്യയില്ല. പന്നിപ്പനി, പക്ഷിപ്പനി, കുരങ്ങുപനി, ഡെങ്കിപ്പനി ഇല്ല. 2.5 കൊല്ലത്തെ കൊറോണ ഇല്ല. വെപ്രാളമില്ല. അന്ന് സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യമില്ല. സൈക്കോളജിസ്റ്റിയെ സമീപിക്കേണ്ട തേവയില്ല. കിടന്നിട്ട് ഉറക്കം കിട്ടാത്ത മാനസിക വിഭ്രാന്തിയില്ല. എന്നാൽ ഉണ്ണാൻ വകയില്ലാത്ത കാലമാണ്, കിടക്കാൻ തിണ്ണയില്ലാത്ത കാലമാണ്. പക്ഷേ വെരി ഹാപ്പി ലൈഫാണ്. എന്ത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാരും ചോദിക്കാം, എന്താ കാട്ടുക, എന്താ കാട്ടണ്? പഴയ കാലത്തേക്ക് തിരിച്ചു തന്നെ, വേറൊന്നും കാട്ടാനില്ല. മനസ്സിന്റെ സമാധാനത്തിന് കുട്ടികൾ നന്നാവാനും പൊരയിൽ ഹദ്ദാദ് ആദ്യം തുടങ്ങുക, ഹബീബ നബിയെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുക, അള്ളാന്റെ ഇസ്മുകൾ പറയാൻ തുടങ്ങുക, ഔലിയാക്കളുടെ മഹനീയമായ സ്തുതികീർത്തനങ്ങൾ പ്രശംസിക്കുക, പരാമർശിക്കുക. അത് കേട്ട് വളരുന്ന കുട്ടി MDMന്റെ ആളാവൂല, മാനെ കൊല്ലുന്ന അഫാമാരാവൂല, പെങ്ങളെ മാനഭംഗപ്പെടുത്തുന്ന ആങ്ങളാരുണ്ടാവൂല. ഇന്നത്തെ അവസ്ഥ എന്താ? ഈ നോമ്പിന്റെ ഉമ്മാണ് ഒരു ഉമ്മ എനിക്ക് വിളിച്ചു പറഞ്ഞ്, എന്റെ മോന് 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്, എന്റെ ഓർമ്മയില്ല, 11ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്. ഓനെ പേടിച്ചിട്ട് രാത്രി ഞാൻ ബൾബ് ഓഫ് ആക്കലില്ല. കഴിഞ്ഞ നോമ്പിന് എന്നോട് വിളിച്ചു പറഞ്ഞു, എന്താ ബൾബ് ഓഫ് ആക്കാത്ത? പച്ചക്ക് ഞാൻ പറയണോ നിങ്ങളോട്? +1 പഠിക്കുന്ന സ്വന്തം മോനെ പേടിച്ചിട്ട് ഉമ്മ ബൾബ് ഓഫ് ആക്കണില്ല. കാരണം ഓൻ വരുന്നത് ഏത് ഹാലാന്ന് പറയാൻ പറ്റൂല. കാരണം തിരിച്ചറിവിന്റെ ഒരു ഹോർമോൺ ഉണ്ട് തലച്ചോറിൽ. ഇന്നത്തെ രാസലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത് നഷ്ടപ്പെടും. അതിപ്പോ ഉമ്മയാണോ പെങ്ങളാണോ എന്ന നോട്ടൊന്നും ഉണ്ടാവില്ല. അൽ ഖൂത്തുൽ ബഹീമിയ എന്നൊരു സംഗതി ഉണ്ട് മനുഷ്യ പ്രകൃതി. ഗസാലിമാൻ പറഞ്ഞിട്ടുണ്ട്, അൽ ഖൂത്തുൽ ബഹീമിയ, അൽ ഖൂത്തു സബഇയ. ഇത് പരീക്ഷണാർത്ഥം പടച്ചോൻ പ്രകൃതിയിൽ സന്നിവേശിപ്പിച്ച. ഇത് രണ്ടും കണ്ട് മികക്കും, വലബത്താവും. അൽ ഖൂത്തുൽ ബഹീമിയ മനുഷ്യനിൽ കൊലപത്താൽ മികച്ചാൽ എന്താ ഉണ്ടാകുക? പെങ്ങളാ നോക്കൂല, അമ്മയെ നോക്കൂല. ആവശ്യം വന്നാൽ വികാര പൂർത്തീകരണത്തിന്റെ പാവകളാക്കും. അത് നടപ്പിലാവും. അത് എല്ലാ ദിവസവും പേപ്പറിൽ വരുന്നുണ്ട്. അൽ ഖൂത്തു സബഇയ മികച്ചാലോ ഉമ്മാനെ കൊല്ലുന്ന കുട്ടികൾ രംഗത്ത് വരും. അതാണ് ഇപ്പോഴും ഒരു വെഞ്ഞാറുമൂട് എങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, അത് അൽ ഖൂത്തു സബഇയ കൊലപത്തായതാ. അതിന് കാരണം ഗൃഹാന്തരീക്ഷമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ വാപ്പയമ്മയൊന്നും പറഞ്ഞിട്ട് വേദനിപ്പിക്കല്ല. പക്ഷേ തെർബിയത്ത് ചെയ്യാൻ ആളില്ലാതെ ആടങ്ങാടിയിലേക്ക് ഇറങ്ങിയതുപോലെ കുട്ടികളെ പാതിരാവിനെ പകലാക്കി ബൈക്കിൽ തുമ്പി പാറും പോലെ പാറുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടാൽ ആ കുട്ടിയുടെ കയ്യാൽ കൊല ചെയ്യപ്പെടുന്ന ഉമ്മമാരുടെ എണ്ണം കൂടും, വാപ്പമാരുടെ എണ്ണം കൂടും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈടെ അടുത്ത് വാളിന് ഒരാൾ എന്നോട് പറയാണ്, ഉസ്താദേ 3-4 മക്കളെ കല്യാണം കഴിക്കാണ്ട്, അത് സയ്യിദുലമക്ക് ഒന്നും വേണ്ട, അവരെ ബനിയന്റെ വില നമുക്കില്ല. എന്നിട്ടാണ് എന്റെ വെറുപ്പ് ഞാൻ തന്നെ തുടക്കും. എനിക്കാരും ഖിദ്മത്ത് ചെയ്യുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഉലമാ. ഞാനൊരു മുത്തല്ലിമാണ്. ആലിമീങ്ങൾ ഖിദ്മത്ത് ചെയ്യുന്നത് ശരിയല്ല. എന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കും. ആരും വെള്ളം എടുത്തരും വേണ്ട, ഒന്നും തരണ്ട, ഒക്കെ ഞാൻ നോക്കും. എന്റെ തലേന്ന് പോയി ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? മര്യാദക്ക് ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. അതുകൊണ്ടാ എന്തെന്നാ പറഞ്ഞിന്? ഇപ്പൊ അടുത്തൊരാൾ, അപ്പൊ കൂടെ എല്ലാരും ഉണ്ട് എന്ന് മനസ്സിലാവുണ്ട്. ഒരാള് ഇപ്പൊ അടുത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ ദ്വാരക്കുമ്പോഴേ എനിക്ക് 5 മക്കളുണ്ട്, അതിൽ ഒന്നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, മറ്റു 4 ഏകദേശമൊക്കെ കല്യാണത്തിന് സെറ്റ് ആയിട്ടുണ്ട്. അതിൽ ഏത് മോനാണ് ഒരൊറ്റ ഒന്നിനും കല്യാണത്തിന് ഞാൻ ഉണ്ടാവരുത്, അതിന് മുമ്പ് ഞാൻ മരിക്കാങ്ങൾ ദ്വാരക്കണം. ബാപ്പാന്റെ വസിയ്യത്ത്. മക്കളെ കല്യാണത്തിന് കൂടാൻ ബാപ്പാക്ക് പേടി. കാരണം എന്താ? മൂപ്പര് ചിട്ടക്കൊത്ത കല്യാണം അവിടെ നടക്കൂല, തടുക്കാനൊട്ട് മൂപ്പർക്ക് മേനി ഉണ്ടാവൂല. അക്കല്യാണത്തിന് പുതിയെണ്ണ് വരുന്നത് പൂരത്തിന് ആന ഇറങ്ങണ പോലെ ആയിരിക്കും. അത് നോക്കിക്കാൻ ഈ നിസ്കാരം തമ്മിലുള്ള മനുഷ്യന് കഴിയൂല. അപ്പൊ ഇയാള് പറയാം, അതിന്റെ മുമ്പ് മരിച്ചിട്ട് കബറ് പോയാൽ മതിയായിരുന്നു. എവിടെ എത്തി ലോകം? മോന്റെ കല്യാണത്തിന് പങ്കെടുക്കാതെ മരിക്കണമെന്ന് പ്രവാചകനോട് ദ്വാരക്കാൻ പറയണ വാപ്പുള്ള കാല. എവിടെത്തി? എന്നാ ഒരു 10 കൊല്ലം മുമ്പ് അതേ സ്ഥലത്ത് വേളിന് പോയപ്പോ, ഞാൻ വേള തുടങ്ങിയിട്ട് 18 കൊല്ലായി. വേളിന് പോയപ്പോ അന്ന്
അന്നത്തെ വാപ്പാര് പറഞ്ഞിരുന്നു, ഉസ്താദെ ആകെ 4-5 കുട്ടികളുള്ള അവരെ മൊത്തം കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി എന്നാലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്താണ് ആദ്യത്തെ മോൻ തന്നെ കല്യാണം വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചോ എന്ന് ഓർക്കണം. കാരണം കുട്ടീനെ സെലക്ട് ചെയ്യുന്നത് ഇവനെ, ഡ്രസ് ഇവന്, കല്യാണത്തിന്റെ ഓഡിറ്റോറിയം തീരുമാനം ഇവന്, ഏത് വായ്പാന്റെ മോള് ഇവന്, പിന്നെ വാപ്പ നോക്കുകുത്തിയായിട്ട് ബിരിയാണി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാക്ക മാത്രം. എന്നാ ഇയാളെ ചിട്ടക്കൊത്ത കല്യാണാവോ? ഇല്ല. കല്യാണം കഴിക്കണ ചിലപ്പോ അബ്ദുറഹ്മാനായിരിക്കും, വരുന്നേ ലക്ഷ്മിയാണ് ഈ കാരം. ഇവിടെ കയറ്റണമെന്നുള്ളൂ, ചിലപ്പോ ഓഡിറ്റോറിയത്തിലൊന്നും ആവൂല, വേറെ സ്ഥലങ്ങളിലായിരിക്കും. എല്ലാം കൂടി ഞാൻ പറഞ്ഞില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ മതത്തിലും ഈ പ്രശ്നമുണ്ട്, നമ്മളെ മതത്തിൽ മാത്രമല്ല. ഇത് എന്താ പ്രശ്നം ചിന്തിച്ചിട്ട് അവിടെയാണ് ചികിത്സ വേണ്ടത്. എല്ലാവരും ചോദിക്കണം, എന്താ പ്രശ്നം ഉസ്താദ്, എന്താ പ്രശ്നം നമ്മളൊന്നും അറിയണല്ലോ. എവിടെയാണ് പ്രശ്നം, എവിടെയാണ് അമളി, എവിടെ ചോർച്ച, എവിടെ സ്ഥലത്ത് ചോർച്ച സംഭവിച്ചു, അതെവിടെയാണ്? ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. സലാം പറഞ്ഞുകൊണ്ട് 10 മാസം പള്ളയിൽ പോറ്റി നൊന്ത് പ്രസവിച്ച, എന്നിട്ട് സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട് പാതിരാവിൽ വീട്ടുകാരൊക്കെ ഉറങ്ങുന്ന സമയത്ത് കൊതുവിന്റെ കടിയും കൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന മോനെ യാ നബി ചൊല്ലി ആട്ടിയുറക്കിയ ഉമ്മ, ആ ഉമ്മാനെ അടുത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് ഉമ്മായോട് മാപ്പും ചോദിച്ചുകൊണ്ട് ഉമ്മായ ബത്തക്ക് വെട്ടുന്നത് പോലെ വെട്ടി വീഴ്ത്താൻ കഴിയുന്ന കഷ്ണല സ്വഭാവമുള്ള കാട്ടാള സ്വഭാവമുള്ള മക്കള് മലയാളക്കരയിൽ പെരുകുന്നത് എന്തുകൊണ്ടാണ്? വാപ്പേ വാടക കൊലയാളികൾക്ക് പൈസ കൊടുത്തുകൊണ്ട് വണ്ടി കൊണ്ട് കൊല്ലിക്കുന്ന മക്കള് രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? 6 വയസ്സുള്ള പൊന്നുമോന് പ്രകൃതി പീഡനത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട്, മുട്ടായി നീട്ടി വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഇംഗനത്തിന് വഴങ്ങാത്തത് കൊണ്ട് പുഴയില് പെരിച്ചാഴിയെ ശ്വാസം മുട്ടിച്ച് മുക്കി കൊല്ലുന്നത് പോലെ കൊല്ലുന്ന 21കാര് പ്രകടമാകുന്നത് എന്തുകൊണ്ടാ? ആങ്ങളെ നിരന്തരമായി പാതിരാവിന്റെ ഉള്ളറയിൽ വന്ന് ലൈംഗിക പീഡനം നടത്തുന്നത് കൊണ്ട് നൊന്ത് വേദനിച്ച് കടലിൽ ചാടി മരിക്കുന്ന പെങ്ങന്മാര് കൂടുന്നത് എന്തുകൊണ്ടാ? പ്രിയപ്പെട്ട മുസ്ലിമേ, അതിനൊരു കാരണമുണ്ട്. ദീന് തലയിൽ നിന്ന് പോയില്ലേ, ഇൽമ് മനസ്സിൽ നിന്ന് പോയില്ലേ, അല്ലാഹു ചർച്ചയിൽ നിന്ന് പോയില്ലേ, റസൂല് വീട്ടിലില്ലാത്ത അവസ്ഥയായില്ലേ, മദ്ഹില്ല, മൗലിദില്ല, സലാത്തില്ല, ബുർദയില്ല, ഖുർആനിന്റെ ധ്വനികളില്ല. ആനകളെ പോലെ ചവിട്ടിമതിച്ച്, പുലികളെ പോലെ കടിച്ചു കീറി, പാമ്പുകളെ പോലെ വിഷമൂതി, തേളുകളെ പോലെ കുത്തിനോവിച്ച്, പെരിച്ചാഴികളെ പോലെ ഉറപ്പൊടിച്ച് നടക്കുന്ന അലമ്പുകളായി, ചവറുകളായി നമ്മുടെ മക്കൾ മാറിയപ്പോ വാപ്പ വിളിച്ചിട്ട് വരുന്നില്ല, ഉമ്മ തടയിട്ട് നിൽക്കുന്നില്ല, പെങ്ങൾ കരഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഒന്നല്ല, ഒക്കെ പിടുത്തം വിട്ടു. ഇനി ഇവിടുന്നും പോവും. അഫാൻ ഒരാൾ മാത്രല്ല, അതൊരു സമൂഹമാണ്. ഈ പോക്ക് ആരും നിയന്ത്രിക്കാതെ പോയാൽ ഇനി കുട്ടികൾ വന്നിട്ട് ഉമ്മാനെ കൊല്ലൽ ചുറ്റി കൊണ്ടല്ല, ബ്ലേഡ് കൊണ്ടായി. അങ്ങനെ ചുറ്റി കൊണ്ട് കൊല്ലുന്ന ആ മാർക്കറ്റ് പോയി, അത് അഫാൻ കൊണ്ട്. ഇനി ചുറ്റി കിടക്കൂല, ഇനി ബ്ലേഡ് ആയിരിക്കും, കത്രിക ആയിരിക്കും, മുട്ടുസൂചി ആയിരിക്കും. ഇതുകൊണ്ടൊക്കെ ഒറ്റ ജീവനെ എങ്ങനെ കൊല്ലാം എന്നതിന്റെ ട്രെയിനിങ് ഗെയിമിലൂടെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട പല കുട്ടികളും നമ്മുടെ വീട്ടിൽ അതിന് പറ്റുന്ന ഗെയിംസാണുള്ളത്, അതിന് പറ്റുന്ന ഫിലിമുകളാണുള്ളത്. ഇവിടെ അടുത്തൊരു സിനിമാ നടനോട്, അറിയപ്പെട്ട ഒരു സിനിമാ നടനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളെ മൊബൈലിലുണ്ടാവും, എന്റെ മൊബൈലിലുണ്ട്. പത്രക്കാർ ചോദിച്ചു സിനിമാ നടനോട്, നിങ്ങൾ അഭിനയിച്ച ഏത് ഫിലിമുകളാണ് സ്വന്തം മോളെ അടുത്തിരിക്കുന്നത്, ഈ മോളോട് നിങ്ങൾ കാണാൻ വേണ്ടി പറഞ്ഞത്? അച്ഛൻ അഭിനയിച്ച ഫിലിം എന്ന നിലയിൽ നിങ്ങളുടെ മോള് ഏതൊക്കെ സിനിമയാണ് കണ്ടത്, നിങ്ങൾ അഭിനയിച്ച ഏതൊക്കെ സിനിമയാണ് കണ്ടത് എന്ന് നിപുണനായ ഒരു നടനോട് പത്രക്കാര് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അന്തമില്ലാത്ത മാപ്പിളാരെ ഫിലിമിന്റെ ബാക്കിൽ പോകുന്നവരെ ചിന്തിച്ചോളൂ. ഒരു നടൻ പറഞ്ഞ മറുപടി, എന്റെ ഒരൊറ്റ ഫിലിമും കാണരുത് എന്നാ മക്കളോട് ഞാൻ പറഞ്ഞു. ആ പത്രക്കാരൻ അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്റെ ഫിലിം കണ്ടാൽ മക്കൾ അക്രമികളാവും. എന്റെ ഞാൻ ജീവിത പ്രശ്നത്തിന് വേണ്ടി നടത്തുന്ന അഭിനയങ്ങളാണ്, അരച്ചാണ് വേറിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അതെങ്ങാനും എന്റെ കുടുംബത്തിൽ എന്റെ മക്കൾ കണ്ടാൽ അവര് തോന്നിയാസികളാവും. അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞേ അച്ഛന്റെ ഫിലിം കാണണ്ടെന്നാണ്. ആ ഫിലിം പിന്നെ ആരാ കാണുന്നത്? അയാളെ മക്കൾ കാണില്ല, പിന്നെ കാണുന്നത് നമ്മള് മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ.
എന്നിട്ട് പിന്നെ കാണാൻ തൊപ്പിയിട്ടാണ്ട് പള്ളിയിൽ കയറി. കൽബിന്റെ ഉള്ളിൽ മൊത്തം ഫിലിമും നാടകവും ഗെയിമും ഗൈബത്തും നമീമത്തും ഏശനയും ഭീഷണിയും പാരയും പോരും. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് തെക്ബീർ ഇട്ടലും കുറച്ച് കുമ്പിടലും. എന്നിട്ട് അത്തയ്യാത്ത് ഇങ്ങനെ തന്നെ താവളയിരിക്കല, അത്തയ്യാത്തിൽ അങ്ങനെ തന്നെ താവളയിരിക്കല. അതുകൊണ്ട് എന്താ നമ്മളെ അത്തയ്യാത്തിൽ ഇരിക്കണേ തന്നെ താവളയിരിക്കണത്? നിസ്കാരത്തിന്റെ ക്രമല്ലേ? അപ്പൊ നിങ്ങളൊക്കെ തെങ്ങ്, ഈ തെങ്ങൊക്കെ നമ്മളെ കയ്യാമല്ലേ? തെങ്ങ് റുക്കൂലല്ലേ? പോത്തുകൾ ഇനിയിപ്പോ ഉദയത്തിന് കുറെ പോത്തിന് വാങ്ങൂലേ? ഒക്കെ കുമ്പിട്ട് നിൽക്കണം, അതാണ് റുക്കൂ. പാമ്പ്, ചേര, പെരിശ ഇതൊക്കെ സുജൂദിലാണ്. കാരണം നെറ്റി ഭൂമി വെച്ചിട്ടാണ് അപ്പൊ സുജൂദ്. ഇനി അത്തയ്യാത്തില് എ ക്ലാസ് തവളന്റെ ഇരുത്ത്, അങ്ങനെ അത്തയ്യാത്തിൽ ഇരുത്താം. അപ്പൊ മൊത്തം നിസ്കാരത്തിന്റെ രൂപമായി. ഈ രൂപ എടുത്തോണ്ട് എന്താ കാര്യമുള്ളത്? ഉള്ളിന്റെ ഉള്ളിൽ അഖീദ ഉറക്കണ്ടേ, യഖീന് വരണ്ടേ. അതിനാദ്യം രക്ഷിതാക്കളാണ് നന്നാവേണ്ടത്, വേറെ ആരുമല്ല. രക്ഷിതാക്കൾക്ക് ഇതൊക്കെ വേണം, പ്രത്യേകിച്ച് മദ്രസന്റെ കാര്യം. ഇപ്പൊ മദ്രസ തന്നെ KSRTC ബസ് മാതിരിയാണ്, ഓരോന്നിലും സ്റ്റോപ്പ്. 1ാം ക്ലാസ്സിലാണ് ചേർക്കുമ്പോ 60 കുട്ടികൾ, 3-ലെത്തിയാൽ 30 കുട്ടികൾ. 30 എവിടെ പോയതാ? ഉംറക്ക് പോയതാ? ഈ 30 എവിടെ പോയി? അത് നോക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വാപ്പയല്ല. നിങ്ങൾ നാളെ ആഖിറത്തിൽ ഈ മോനെ പഴപ്പിച്ച് ഇബ്ലീസായിട്ടാണ് വരിക. ഇത് ഹദീസാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മദ്രസ വിഷയമല്ല, മദ്രസ ഒക്കെ ഓരോന്നിലും സ്റ്റോപ്പ്. ബസ് അങ്ങനെയല്ലോ. പിന്നെ ഒരു 10ാം ക്ലാസ് ആണ്ടായാലും ബസ് സ്റ്റാൻഡാ, ഒക്കെ കൂടിയാണ് പോയി. മിനിഞ്ഞാന്നൊരു സ്ഥലത്ത് മദ്രസ ഉദ്ഘാടനത്തിന് പോയി. അപ്പൊ ഞാൻ സദറിനോട് ചോദിച്ചു, എത്രാം ക്ലാസ് വരെ ഉണ്ട്? 11 വരെ ഉണ്ട്. 11-ൽ എത്ര കുട്ടികളെന്ന് ചോദിച്ചു. 1 ഉണ്ട്, അത് ആഴ്ചയിൽ ഒരു ദിവസം വന്ന ആയി. അതിനാ മൂപ്പര് ശമ്പളം വാങ്ങുന്നത്. സുബ്ഹാനമഞ്ചല്ല, കിട്ടുന്നില്ല. എന്താ ചെയ്യണ്? എത്ര വീടുകളുണ്ട്? വീടുകളൊക്കെ 2400 വീട്. എന്നിട്ടോ +1-ൽ ഒരു കുട്ടി. 4 പേര് ദീനിയായ നാടാണെന്ന്. ദീനിയായ നാടാണെന്ന് പ്രസംഗത്ത് പറഞ്ഞാൽ പോരാ, പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാവണം, മദ്രസിന്റെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാവണം. കാരണം വാദിക്കാൻ എല്ലാവർക്കും വാദിച്ചൂടെ, പ്രകടാവണ്ടേ? മാർക്കറ്റ് പോയിട്ട് പറയാണ് നല്ല മീനായിട്ട് വാങ്ങിക്കോളിന്ന്. അത് തിന്നോ എല്ലാം അറിയുള്ളൂ, ഒറിജിനൽ മീനാണോ അല്ലേ എന്നുള്ളത്, മായം ചേർന്നിക്കണോ ഇല്ലേ എന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മദ്രസക്ക് വന്നാൽ മനസ്സിലാവും ആ നാടെങ്ങനെ ഉണ്ട്. സുബൈക്ക് പള്ളി പോയാൽ മനസ്സിലാവും ആ നാടെങ്ങനെ ഉണ്ട്. സുബൈക്ക് മൂലേരും മുഅദ്ദിനും പ്രായമുള്ള 1-2 ആൾക്കാരും മാത്രമുള്ളെങ്കിൽ പിന്നെ സ്വാഗത പ്രസംഗത്തിൽ എത്ര മിനിറ്റും കാര്യമില്ല, താബാനായി ഖറാബായി കിടക്കാണ്. എണീപ്പിക്കാൻ കഴിയണേ, എണീപ്പിക്കാൻ കഴിയണേ. ഇവിടെ കണ്ടോ, ഭാരവാഹികൾ ഓടി നടക്കുകയാണ്. 10 കൊല്ലം ബഹുമാനപ്പെട്ട ഫൈലി ഉസ്താദ് ഇവിടെ ഖിദ്മത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്നോട് മനോഹരമായാണ് അദ്ദേഹത്തിന്റെ സേവനത്തെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ മുത്തേടം ബഹുമാനപ്പെട്ട ഫൈലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് പറ്റുന്ന കമ്മിറ്റിക്കാരും ഇങ്ങനെ ഒരു നാടൻ കണ്ട് കിട്ടിയാൽ ആ നാട് പൊന്നാക്കാൻ പറ്റും. പൊതുവേ ചില മഹല്ലുകളിലൊക്കെ പോയാല് ആദ്യം കമ്മിറ്റിക്കാരെ ശരിയാക്കാൻ 1.5 മണിക്കൂർ അല്ല 1.5 കൊല്ലത്തോളം മെനക്കെടേണ്ടിയിരുന്നു ഖത്തീബ്. എന്നിട്ട് കമ്മിറ്റിക്കാരെ കണ്ട് തലയെ കയറ്റിയിട്ട് നിസ്കാരവും ചിട്ടിയും ഗാനമേളൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിയിട്ട് മഹലൊക്കെ നന്നായിട്ട് നല്ല കൊല്ലത്തിന് മരിച്ചു പോണ്ടേ എന്ന് സെക്രട്ടറിന്റെ തലയിൽ കൊന്നാണ്ട് കയറി കിട്ടാൻ ഒരു 1.5 കൊല്ലത്തോളം ജുമാന് ശേഷം മുക്കറട്ടിട്ട് ഖത്തീബ് പ്രസംഗിക്കേണ്ടി വരും. അയാൾ ഇങ്ങനെ ശരിയായി വരുമ്പോഴേക്ക് സെക്രട്ടറി ഒടിഞ്ഞു. അപ്പൊ അയാൾ ശരിയാക്കണം. ആദ്യം ഇവരെങ്ങനെ ശരിയാക്കാൻ 2.5 കൊല്ലം കിട്ടണം, എന്നിട്ട് നാട്ടുകാരത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സംഗതി റെഡിയായി നിൽക്കുകയാണ്. അതിന് പറ്റുന്ന ഒരാളെങ്കിലും കിട്ടിയാൽ മതി. അൽഹംദുലില്ലാഹ്, പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കിയ മാതിരിയായി മഹല്ലിൽ കണ്ട് കയറിയാൽ. അതുകൊണ്ട് ഈ മഹല്ലിൽ നല്ലൊരു മാറ്റം വരുത്താൻ ബഹുമാനപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്? ഉള്ള ചിട്ടകളൊക്കെ നിലനിർത്തുക. അത് പൊളിക്കാൻ നമ്മൾ ആരെങ്കിലും കാരണക്കാരായാൽ ആ കാരണക്കാരനായവനെ അല്ലാഹു ദുനിയാവിലും വെറുതെ വിടൂല, ആഖിറത്തിൽ അദാബിൽ വെച്ച് കൊടുക്കും. കാരണം വലോ അന്ന അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു ഗ്രാമവാസികൾ പടച്ചവനെ പേടിയുള്ള ബോധമുള്ള ദൃഢരൂഢമൂലമായ വിശ്വാസമുള്ള ആളുകളായ ലഫതഹ്നാ തഅകീദിന്റെ ലാമാ നിശ്ചയം നമ്മൾ തുറന്നു കൊടുക്കുന്നതാണ്. അലൈഹിം അവരുടെ മേലിൽ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ആകാശലോകങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തിന്റെ റഹ്മത്തിന്റെ സലാമത്തിന്റെ പടച്ചവന്റെ നിഅമത്തിന്റെ പേമാരി ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്.
എന്ന് സംശയത്തിന് സ്പേസ് ഇല്ലാതെ കട്ടായമായി ഖുർആൻ പറയുകയാണ്. അപ്പൊ ഗ്രാമവാസികളെ നന്നാക്കുക എന്നത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്, പള്ളി ജീവനക്കാരുടെ ബാധ്യതയാണ്. അതിന് സംയുക്തമായി പരിശ്രമിക്കുന്ന സമയത്ത് സഹകരിക്കലും സഹായിക്കലും പ്രവർത്തിക്കലും കൂടെ നിൽക്കലോ താങ്ങും തണലുമായി കൂടെ നിൽക്കലോ നാട്ടുകാരുടെ ബാധ്യതയാ. ഈ സുഹൃത സൗഭാഗ്യത്തിൽ നിന്ന് ആരെങ്കിലും പണാധിപത്യം കൊണ്ടോ ജനാധിപത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മാറി നിന്ന അല്ലാഹു അവനെ പിടികൂടുന്നതാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ, നമ്മുടെ തലയ്ക്ക് ആദ്യം കയറണം. ഒറ്റ കാര്യത്തിന് മറുപടി കിട്ടിയാൽ മതി. എന്തിനാണ് അള്ളാഹു മക്കളെ നമുക്ക് തന്നത്? വേറൊന്നും വേണ്ട. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നിങ്ങളെ ഈ നാട്ടില് ഒരു മുസ്ലിമായ വാപ്പ സങ്കല്പിച്ചോളൂ, ഒരു യുക്തിവാദിയായ വാപ്പ സങ്കല്പിച്ചോളൂ. രണ്ടുപേർക്കും കുട്ടികളുണ്ട്. ഇവിടെ ഈ മുസ്ലിമായ വാപ്പ യുക്തിവാദിയായ വാപ്പയിൽ നിന്ന് ഏത് വിഷയത്തിലെ വ്യത്യാസമാണ്? യുക്തിവാദിക്ക് കുട്ടികളുണ്ടാണ്, നമുക്കും കുട്ടികളുണ്ടാകും. യുക്തിവാദി കുട്ടിക്ക് പേരിടണ്, നമ്മളും കുട്ടിക്ക് പേരിടണം. യുക്തിവാദി കുട്ടിയെ മദ്രസയിൽ ചേർക്കണം, കാരണം മദ്രസയിൽ കുട്ടികളെ അടുപ്പിക്കുന്ന യുക്തിവാദികളുണ്ട്. നമ്മളും മദ്രസയിൽ ചേർക്കണം. യുക്തിവാദി കുട്ടിയെ സ്കൂളിൽ ചേർക്കണം, നമ്മളും ചേർക്കണം. യുക്തിവാദി കുട്ടിക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നമ്മളും വാങ്ങിക്കൊടുക്കണം. യുക്തിവാദി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, നമ്മളും കൊടുക്കണം. യുക്തിവാദി കുട്ടിയെ കുളിപ്പിക്കണം, നമ്മളും കുളിപ്പിക്കണം. യുക്തിവാദി അവന്റെ കുട്ടിക്ക് രോഗമായാൽ ഡോക്ടറെ കാണിക്കണേ, നമ്മളും കാണിക്കണം. യുക്തിവാദി പിന്നെയും കുട്ടി വളർന്നാൽ വിസ എടുക്കണേ, നമ്മളും എടുക്കണം. യുക്തിവാദി കുട്ടിയെ ഗൾഫിക്ക് പറഞ്ഞേക്കണേ, നമ്മളും പറഞ്ഞേക്കണം. യുക്തിവാദി കുട്ടി മരിക്കണോ, നമ്മളെ കുട്ടി മരിക്കണം. ഇപ്പൊ മുസ്ലിം എന്ന നിലയിൽ ബാപ്പാ നീ നിന്റെ ഡ്യൂട്ടി എന്താ നിർവഹിച്ചത്? അല്ലെങ്കിൽ യുക്തിവാദി നമ്മൾ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ട്. എന്താരോ, നിനക്കൊരു ബോധം വേണം. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്, എനിക്ക് ഈമാനോടെ മരിക്കണം, എന്റെ മോനെ ഈമാനോടെ മരിക്കണം. എനിക്ക് എന്റെ മോനെ അള്ളാഹു നൽകിയത് ആ മോനെ സ്വർഗത്തിലാക്കാനല്ല, അത് തെറ്റിദ്ധരിച്ചിട്ടാണ് നമുക്ക് ഈ പ്രശ്നം. അങ്ങനെ പലപ്പോഴും എല്ലാരും പ്രസംഗിക്കുക. മോനെ സ്വർഗത്തിലാക്കാനുള്ള രണ്ടാണ്. ഒരു കുട്ടി നിനക്കുണ്ടായാൽ നീ സ്വർഗത്ത് പോകണമെങ്കിൽ ഈ മോനോടുള്ള ബാധ്യത തീർക്കണം, എങ്കിലേ നീ പോകൂ. നീ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ പറയും ബാപ്പാന്റെ ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന്. അത് ശരിയാണ്. പക്ഷെ നാളെ തിരിഞ്ഞു കൊത്തും. കാരണം മക്കളുടെ കാൽക്കീഴിലാണ് ബാപ്പാന്റെ ഉമ്മാന്റെ സ്വർഗം. അത് നാളെ ആഖിറത്ത് അങ്ങനെ ആയിരിക്കും. ഇവിടുന്ന് നമ്മൾ പറയും ശരിയാണ്, ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്നത് ശരിയാണ്. പക്ഷേ ബാപ്പാ, നാളെ മക്കളുടെ സമ്മതം കിട്ടിയാലേ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂ. നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മാസം മാസം ഉംറയ്ക്ക് പോയിട്ട് കാര്യമില്ല, കൊല്ലം ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, യതീംഖാനക്ക് അരിച്ചാക്ക് നേർച്ചയാക്കിയിട്ട് കാര്യമില്ല, ചാരിറ്റി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്തിന്റെ ഹിമാലയങ്ങളുമായി പരലോകത്ത് പടച്ചവനെ സമീപിക്കുമ്പോ അള്ളാഹു നിങ്ങളെ ഹിസാബ് ചെയ്ത സമയത്ത് നിങ്ങൾ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് പോവാൻ കാത്തു നിന്നാൽ മക്കള് നിങ്ങളെ വളയുന്നതാണ്, നെഞ്ചുപൊട്ടി കെഞ്ചുന്നതാണ്. അല്ലാ അല്ലാ, ഈ നിസ്കാരത്താമ്പുള്ള തൊപ്പിയിട്ട വാപ്പയില്ലേ, മൊക്കനയിട്ട ഉമ്മയില്ലേ, +1 പഠിക്കുന്ന മോന് പറയുന്നതാണ്, SLC പഠിക്കുന്ന മോള് പറയുന്നതാണ്. അദ്ദേഹം പള്ളിയിലേക്ക് പോയിരുന്നു, ഖുർആൻ ഖത്മ തീർത്തിരുന്നു, ഇടക്കിടക്ക് ഉംറക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിൽ ഗെയിം കളിക്കലാണ്, ഫിലിം കാണലാ. മോന് പറയും, അദ്ദേഹം 1ാം സഫ് കിട്ടാൻ വേണ്ടി ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് ഓടുന്ന സമയത്ത് ഞാൻ ഫുട്പാത്തിൽ എന്റെ സുഹൃത്തുക്കളുമായി ഇരിക്കുന്നതിന്റെ വാപ്പച്ചി കാണാറുണ്ട്. എന്നെ പള്ളിയിലേക്ക് വിളിക്കാറില്ല അല്ലാ, ക്യാമ്പിലേക്ക് പറഞ്ഞു വിടാറില്ല അല്ലാ. അബ്ദുറഹ്മാൻ നക്ഷബന്ദിയുടെ ഉറൂസിന് വാപ്പ പോയി എന്നെ കൊണ്ടുവന്നില്ല എന്നിങ്ങനെ എണ്ണി എണ്ണി പരലോകത്ത് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് മക്കള് പടച്ചവനോട് പരാതി അങ്ങ് പറഞ്ഞ അല്ലാഹു സബാനിയാക്കളായ മലക്കുകളോട് പറയുന്നതാണ്, മലക്കുകള് ഈ അലമ്പുകളായ കുട്ടികളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന്റെ മുമ്പ് ആ നിസ്കാര തയമ്പുള്ള വാപ്പയില്ലേ, മൊക്കനയിട്ട ഉമ്മയില്ലേ, അവരെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ. ഇന്ന് സബാനിയാക്കളായ മലക്കുകളോട് പടച്ചവനെ വിളിച്ചു പറയുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുകയാ. ബാപ്പാരെ, മക്കളെ നമ്മക്ക് തന്നാലേ ആ മക്കളല്ലേ നമ്മള് സ്വർഗത്ത് പോവാ.
മക്കളെ സ്വർഗത്തിലാക്കാനല്ല മക്കളെ നോക്കുന്നത്. മക്കൾ വഴി നമ്മളാദ്യം സ്വർഗത്ത് പോകണം. മക്കളുണ്ടെങ്കിൽ നീ ബാധ്യത്തിട്ട് കാര്യമില്ല. നീ കല്യാണം കഴിക്കണതിന് മുമ്പ് മരിച്ചുപോയാൽ എന്നോടൊരു ചോദ്യമാണ്, നിസ്കരിച്ചോന്ന്. കല്യാണം കഴിച്ചിട്ട് മരിച്ചാൽ ചോദ്യം നമ്പർ 2, നീ നിസ്കരിച്ചോ, ഭാര്യ നിസ്കരിച്ചോ. കുട്ടികളുണ്ടായി മരിച്ചാൽ ചോദ്യം നമ്പർ 3, നീ നിസ്കരിച്ചോ, ഭാര്യ നിസ്കരിച്ചോ, മക്കൾ നിസ്കരിച്ചോ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ. സുഖമുള്ള ഏർപ്പാടല്ല. നമ്മളിങ്ങനെ നിസ്കാരതേമ്പോ ടവലും കെട്ടി നടക്കുക, മക്കളൊക്കെ അങ്ങാടിയിൽ സ്വർഗം ചെയ്യുക. സ്വർഗം കിട്ടുന്ന കരുതിയത് ഒരിക്കലും നടക്കൂല. ഇവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ട്? 10 വരെ ആണെങ്കിൽ 10 വരെ നിന്റെ കുട്ടി പഠിച്ചിരിക്കണം, അതിന്റെ കടമയാണ്. നമ്മൾ സമസ്തയുടെ നേതാക്കൾക്ക് എത്ര ഫാത്തിഹ ഓതണം, സമസ്ത കൊണ്ടുള്ള നേട്ടം കിട്ടണോ? നിങ്ങൾ കർണാടകയിൽ പോയി നോക്കൂ. തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ നോമ്പിന്റെ കുറച്ചു മുമ്പ് തമിഴ്നാട്ടിൽ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോയി. എന്റെ വാളും മദ്രസക്ക് പിരിച്ചു കൊടുക്കലായിരുന്നു. അവിടെ 1ാം ക്ലാസ് ചേരാൻ വന്നത് 17 വയസ്സുള്ള കുട്ടിയാണ്. മനസ്സിലായോ? മദ്രസയിൽ 1ാം ക്ലാസ്സിൽ ചേരാൻ വന്നത് 17 വയസ്സുള്ള കുട്ടികൾ. കാരണം എന്താ? ഓല് തുടങ്ങണുള്ളൂ, പഠനം തുടങ്ങണുള്ളൂ. കാരണം അവിടെ സമസ്ത ഇല്ല, ഇപ്പൊ ഉണ്ടായി തുടങ്ങാണ്. നമ്മളെ കേരളത്തിലോ എല്ലാ സ്ഥലത്തും പള്ളി, എല്ലാ സ്ഥലത്തും ഉസ്താദ്മാര്, എല്ലാ സ്ഥലത്തും ഭാരവാഹികൾ. എന്നിട്ട് കേരളത്തിൽ ജീവിച്ചിട്ട് മദ്രസ പഠിച്ചിട്ടില്ല, ബോധം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിടികൂടപ്പെടൽ മക്കളെയല്ല, ബാപ്പമാരെയാണ്. ഒരു സംശയം വേണ്ട. ഉമ്മർ ഖത്താബിന്റെ കാലത്ത് ഒരു വാപ്പ ഉമ്മർ ഖത്താബിനോട് പരാതി പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് മോൻ കേൾക്കണില്ല. തഴക്കുനി എനിക്കെതിരെ ചാടി കയറാണ്, കുതിര കയറാണ്. മോനെ വിളിച്ചു, എടാ നീ വാപ്പാക്കെതിരെ സംസാരിക്കണ്ടോ? വാപ്പാക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, വാപ്പാക്കെതിരെ അക്രമം ചെയ്താൽ അവനെ പിടികൂടി ശിക്ഷിക്കാനാണ് അമീർ, അതിനെ കോടതി. നിക്കവിടെ എന്ന് പറഞ്ഞു. മോനെ ശിക്ഷിക്കാനുള്ള പരിപാടിയാ. മോൻ കയ്യും കെട്ടിയിട്ട് ഒരു ചോദ്യം, അമീറെ നിങ്ങൾ എന്നെ ശിക്ഷിച്ചോളൂ, അത് നിങ്ങളോട് ഉത്തരവാദിത്താണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, മോന് വാപ്പാനോട് കടമയുള്ളത് പോലെ വാപ്പാക്ക് മോനോട് കടമയില്ലേ എന്ന് വെച്ച്. അതുണ്ട് കാരണം. എന്നത് ആദ്യം കണ്ട് പറയും, എന്റെ വാപ്പ എന്നോടുള്ള കടമ തീർത്തുക്കണമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ ഉമ്മർ ഖത്താബ് പറഞ്ഞ 1ാമത്തെ കടമ എന്താ? നിങ്ങള് ആദ്യം ഉമ്മാനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഉമ്മാനെ തെരഞ്ഞെടുക്കണമെന്ന്. കാരണം നല്ല മരത്തുമലേ നല്ല പഴം ഉണ്ടാവുള്ളൂ. അപ്പൊ മോനാണ്ട് ചിരിച്ചു, കാരണം ഉമ്മ ഫാസിക്കത്തെ തമ്മാടിയാണ്. വെറും 6 റുപ്യ എടുത്തിട്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാ. അതിനാണ് ഇപ്പൊ ഈ മോനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തന്നെ മോനാണ്ട് ചിരിച്ചു. നീ എന്താ 2ാമത്തേന്ന് വെച്ചു? അപ്പൊ പറഞ്ഞു പേര് നല്ല പേരിടലാണ്. അപ്പൊ മോൻ അതിനേക്കാളും ചിരിച്ചു, കാരണം മോന്റെ പേര് കരുവണ്ട് എന്ന് വെച്ചു. ഊലാന്ന് എടുക്കണം, കരുവണ്ട് എന്നതിനാ. നീ എന്താന്ന് വെച്ചു? ഇനി അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ പറഞ്ഞു ഒമാ അല്ലമനി ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു ചുക്ക് എന്നെ പഠിപ്പിച്ചില്ല. അപ്പൊ ഉമ്മർ ഖത്താബ് പറഞ്ഞു, ഇയ്യ് പോയിക്കോ, ഇയാളെ പിടി കൂടി കൊടുക്കാന്ന്. ബാപ്പാക്ക് ശിക്ഷ ഏൽക്കേണ്ടി വേണമെന്നു. മോനെ സ്വസ്ഥായിട്ട് വിട്ടും ചെയ്തു. ഇത് ദുന്യാവിൽ തന്നെ എങ്ങനെയാണെങ്കിൽ ആഖിറത്തിന്റെ കാര്യം പറയണം. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ കുട്ടികളെ എഞ്ചിനീയർ ആയിക്കോളി, ഡോക്ടർ ആയിക്കോളി, പക്ഷെ ബോധമുള്ള കുട്ടിയാവണ്ടേ? മൂല്യരാവണില്ല എന്ന് കൂട്ടാ, എന്നാലും ബോധം വേണ്ടേ? മൂല്യരിപ്പോ എല്ലാവരും മൂല്യരാവുന്നില്ല. വീട്ടിൽ ഒരു മൂല്യർ ഉണ്ടായാൽ മതി, എന്നിട്ട് ആള് പഠിച്ച മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ബോധം എല്ലാവർക്കും വേണ്ടേ? ബോധം ഒരാൾക്ക് ഉണ്ടായാൽ മതിയോ? ബാപ്പാക്ക് മാത്രം ബോധം ഉണ്ടായാൽ മതിയോ? ബോധം കയറ്റി കൊടുക്കാൻ പറ്റണല്ലോ. ഇൽമാണ്ട് തൊള്ളോണ്ട് പറഞ്ഞു കൊടുത്താൽ കേൾക്കും, പക്ഷെ ബോധം എങ്ങനെ പെട്ടെന്ന് കയറ്റി കൊടുക്കുക? ബോധം എല്ലാവർക്കും വേണ്ടേ? എന്നോട് ഈടെ അടുത്ത് ഈ ലഹരിയും കൂതാട്ടവും ചൂതുകളിയും കൊലയും എല്ലാം കൂടി വിശദീകരിച്ച് എവിടെ ഒരു സ്ഥലത്ത് വലിയൊരു പ്രസംഗം നടത്തിയപ്പോ കമ്മിറ്റിക്കാരെ കൂടി ഇന്നെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോകല്ലേ, കാരണം എല്ലാരും ഉറക്കം കളഞ്ഞിക്കണം, ആകെ ഞെട്ടിക്കണ് പറഞ്ഞു. ഇനി പരിഹാരങ്ങൾ പറഞ്ഞു. അത് ആഫാന്റെ കൊല നടന്ന ഉടനെയാണ്. അപ്പൊ ദമ്മിലെ എല്ലാ റിപ്പോർട്ടുകളും വായിച്ച് കശകി എറിഞ്ഞ് പ്രസംഗിച്ചതാണ്. ആരും നീച്ചോണില്ല, ഒക്കെ അങ്ങനെ തരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും പോണില്ല. അപ്പൊ എന്നോട് കമ്മിറ്റിക്കാരൻ നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് ആകെ അട്ടി പറഞ്ഞിരിക്കണം, അതിന് പരിഹാരം പറഞ്ഞിട്ട് പോയി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പരിഹാരം ഒന്നേ ഉള്ളൂ. അത് ഞങ്ങളോടും പറയാം, പല സ്ഥലത്തും ഞാൻ പറയും, ഒറ്റ പരിഹാരം. ആ പഴയ കാലത്ത് നാട്ടുകാർസ് ഉണ്ടല്ലോ, 1 മണിക്കൂറിന്റെ ഇടയിലുള്ള, അതിൽ കുട്ടികളെ കൊടുത്തിരിക്കും. എന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു സ്ഥലത്ത് 20 കുട്ടികളെ വെച്ചിട്ട് ദർശനം നടത്തിയിട്ട് അവിടുത്തെ മുദരിസ് നിന്നെ കാണാൻ വന്നു രാവിലെ. ഞാൻ വാള് കഴിഞ്ഞ് സുബൈക്കാണ് ദൂർന്ന് പള്ളിയിലെത്തിയത്. എന്നിട്ട് സുബൈന് ശേഷം പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ട്, ഖുർആൻ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇയാൾ വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, വലിയ കിതാബുകളൊന്നും ഞാൻ ഓത്ത് തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കിതാബോത്ത് വിഷയമല്ല, നിങ്ങളെ ചുറ്റുഭാഗത്ത് 1 മണിക്കൂർ ആ കുട്ടികളെ ഇരുത്തിയും നിങ്ങൾ 10 കിതാബ് ചൊല്ലിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ അദ്ദാദോതി പിരിഞ്ഞോളി. ആ കുട്ടികളെ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, കച്ചവടക്കാരനായിക്കോട്ടെ, ഗൾഫുകാരനായിക്കോട്ടെ, പക്ഷെ ഉമ്മാനെ കൊല്ലുന്ന കുട്ടി ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. MDMന്റെ കുട്ടി ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നാടിന്റെ കുളം തോണ്ടുന്ന കുട്ടി ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ആലിമാവണ്ട ബോധമുള്ള കുട്ടിയായ പോലെ.
അതിന് ഒറ്റമൂലിക പരിഹാരം നാട്ടുദർസ് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അത്ര ഫലപ്രദമായ ഒരു പരിഹാരം ഒരു ക്യാമ്പ് കൊണ്ടും സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാമ്പ് വേണ്ടെന്നല്ല, ക്യാമ്പ് നടത്തി വാപ്പാനോട് പോയി പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ മോനൊന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ വാപ്പ മോനോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് വിളിച്ചാണ് പോക്കാൻ പറ്റൂല, ക്യാമ്പാണ്. 3 ദിവസത്തെ ക്യാമ്പിന് മോൻ പോയിരുന്നു. അതിൽ കുട്ടിന്റെ തലേക്ക് നിസ്കാരം കയറി. കുട്ടി നിസ്കരിക്കാതെ കിടക്കുന്ന ആളായിരുന്നു. കുടുംബം മൊത്തം അങ്ങനെയാണ്. ഇവന്റെ തലേക്ക് നിസ്കാരം കയറി കിട്ടി. ആ ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞു, സുബീക്ക് നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ ഇബിലീസ് ചവിട്ടിൽ നിന്നിട്ട് മൂത്രമൊഴിക്കും. ഇബിലീസിന്റെ ടോയ്ലറ്റ് ആയിട്ട് നമ്മളെ ചവിട് മാറിയാൽ പിന്നെ എന്തെങ്കിലും പറ്റുമോ? ബാലൻസ് പോകാൻ തന്നെ കാരണമാവും. ഫിസിക്കലി ബാലൻസ് തന്നെ പോയി പോകും ചിലപ്പോ. അതിനൊക്കെ കാരണമാവും. അവർക്ക് കൂടി ആയപ്പോ നരകൊക്കെ കൂടിയാണ്ട് വെച്ച് കാച്ചപ്പോ ഇവന്റെ തലക്കാണ്ട് കയറി. ഇവൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പൊരയിൽ വന്നപ്പോ ഇവനായി ഹൊലാസിൽ തഹജ്ജുദിനെ നീച്ചിക്കണ്. അപ്പൊ എല്ലാ റൂമും ഇരുട്ടില്ല. വാപ്പിയും നിലം പൊളിയുന്ന സൈസ് കൂർക്കമ്പലിയില്ല. ക്യാമ്പിന് മോനെ വിട്ടിക്കുന്ന പക്ഷെ വാപ്പ നീക്കലില്ല. അങ്ങനെ സുബിയായപ്പോ ഇവൻ താജൊക്കെ സ്കെറ്റിഞ്ഞ് സുബി ആളാക്കാൻ സമ്മതിക്കരുത്. നിനക്ക് വാപ്പാനി മാനി റൂം മുട്ടി നീച്ചില്ല. പിന്നെ മുട്ടി വിളിച്ച് വാപ്പ എന്തേന്ന് ചോദിച്ചു. എന്തേ നിങ്ങൾ എന്തിനാ ക്യാമ്പിനെ പറഞ്ഞേച്ച്? നിസ്കാരത്തിന് അമ്മയിക്കണ്. സുബി നിസ്കരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. ശൈത്താൻ വന്നിട്ട് ചവിട്ടിൽ മൂത്രയ്ക്ക് നീക്കും പാപ്പാന്ന്. കുടുങ്ങിയ കള്ളിയിൽ മൂപ്പര് നീച്ച് ഇവന്റെ കൂടെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഈ ക്ലാസ് എടുത്ത ഉസ്താദിനോട് പറഞ്ഞാൽ, ഉസ്താദ് ഈ ക്യാമ്പൊക്കെ നടത്തുന്നത് വാപ്പാനെ അടങ്ങറാക്കാനാണോ ചോദിച്ചാൽ. ഇങ്ങനെ കുറെ വാപ്പാരുണ്ടായിട്ട് എന്താ കാര്യമൊന്ന് ഇടങ്ങറാക്കാണ്. വാപ്പാനെ നരകത്തുനിന്ന് വിളിക്കല്ലേ? അപ്പൊ വാപ്പാക്ക് ഇടങ്ങറാക്കാൻ തോന്നുകയാണെങ്കിൽ ഇനി ബാപ്പ കുട്ടിനെ ക്യാമ്പിന് പറഞ്ഞയച്ചിട്ട് കാര്യമുണ്ടോ? ഈ ബാപ്പ കുട്ടിനെ ക്യാമ്പിന് പറഞ്ഞയച്ചിട്ട് കാര്യമുണ്ടോ? ഏതോ സ്ഥലത്ത് ഒരു മുഅല്ലിം, ഞാനൊരു മുഅല്ലിം ഉണ്ടായപ്പോ അവിടുന്ന് ഒരു മുഅല്ലിം പ്രസംഗിക്കുമ്പോ സ്വാഗത പ്രസംഗത്ത് പറഞ്ഞു, അയാളെ ക്ലാസ്സിൽ ഒരു 2 കുട്ടികൾ കുറച്ച് ലൈറ്റ് ആയിട്ട് വരിക, ഒരു കുട്ടി കുറച്ച് വൈകിട്ട് വരിക. അപ്പൊ ഈ കുട്ടിയെല്ലാം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ ഈ ഉസ്താദ് പറഞ്ഞു, ഇനി ഈ വൈകി വരികയാണെങ്കിൽ വാപ്പാനെ കൊണ്ടുവരാനേ കേട്ടൂല. ഇങ്ങനെ 1/2 മണിക്കൂർ വൈകുന്ന എനിക്കിപ്പോ തഫ്സീർ അത് കട്ടാവൂലേ? പഠിക്കുന്ന ആളല്ലേ, എന്താ ഇത്ര വൈകാൻ കാരണം? അവൻ നാളെ വൈകുകയാണെങ്കിൽ വാപ്പാനായിട്ട് വന്നാലേ കേച്ചൂലായിരുന്നു. പിറ്റേന്ന് മുമ്പ് വൈകി വാപ്പാനായിട്ട് വന്നു. വാപ്പാനായിട്ട് വന്നപ്പോ മൂപ്പര് കുട്ടിന്റെയും വാപ്പാന്റെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഒന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാണ്ട് വിളിച്ചെത്തായി. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കൊന്നും വേണ്ട. നിങ്ങൾ മോനെ ആള് ശ്രദ്ധിക്കും പഠിക്കുകയും ചെയ്യും. പക്ഷെ ഓനെ എന്നും കുറച്ച് വൈകി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷയം കട്ടാവുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണട്ടാന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുട്ടിന്റെയും വാപ്പാന്റെ ഇടയിൽ നിന്നു. അടിക്കുകയാണെങ്കിൽ തടുക്കാൻ. അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ സങ്കല്പിക്കാം. അതിൽ വാപ്പ കൂടായിട്ട് പറഞ്ഞു. അതിനിപ്പോ ആ കുരിപ്പിനോട് മദ്രസ നിർത്താൻ പറഞ്ഞിട്ട് 6 മാസമായിക്കണല്ലോ. മോനെ വിളിച്ച തന്നെ കുരിപ്പ്. അപ്പൊ പിന്നെ ഇവനിപ്പോ മദ്രസയ്ക്ക് വരാൻ കാരണം എന്താ? ഇവന് നബിദിനത്തിന് ദഫ് കളിക്കണം. അതിനാണ് ഇപ്പൊ മദ്രസ കയറുന്നത്. അല്ല വാപ്പാന്റെ ആവശ്യമില്ല, അമ്മാക്കും ആവശ്യമില്ല. ദഫ് മദ്രസ കളിക്കണമെങ്കിൽ മദ്രസ വന്നുകൊണ്ടിരിക്കണം. പുറത്ത് കുട്ടികളെ കയറ്റൂലല്ലോ. നിങ്ങൾ കണ്ടില്ലേ നബിദിനത്തിന് ദഫിന് കുട്ടികൾ നിൽക്കണേ? ആ കുട്ടികൾ ഇങ്ങനെ യാനബിൻ ചൊല്ലിയിട്ട് ദഫ് അടിച്ചിട്ട് ചാടന കണ്ട കസബിന്റെ തൊപ്പി, അസ്മാഉൽ ഹുസൈനിലുള്ള പേര്, അതുപോലെ തന്നെ കുട്ടികളെ വേഷവിധാനമൊക്കെ ഉണ്ട്. കണ്ടാ ഇറങ്ങിയ ഒന്നുകൊടുത്തിട്ട് പിടിക്കാൻ തോന്നുന്ന സൈസ് കുട്ടികൾ. ഇതേ കുട്ടികൾ ആ യൂണിഫോം മാറ്റി തൊപ്പിയാണ്ട് അയച്ചാലോ പിന്നെ ആ കുട്ടിന്റെ കാല് കണ്ട് പിടിച്ചിട്ട് ബാത്റൂം വൃത്തിയാക്കാം. കണ്ട് വലിക്കണ സാധനമാര് മുതിയൊക്കെ കുത്തനെ. ടോയ്ലറ്റ് നമുക്ക് വെള്ളം മാറി വെടുപ്പാക്കാൻ പറ്റുന്ന സാധനം. ദഫാണ്ട് കഴിഞ്ഞാൽ ദഫ് കളി തുടങ്ങിയാലോ ബൈത്തുൽ മാമൂർന്ന് കൊഴിഞ്ഞു വന്ന സൈസ് സാധനങ്ങൾ. ഇങ്ങനെ കുറെ കുട്ടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു കുട്ടി വേണ്ട, ബോധമുള്ള കുട്ടി. എടാ മോനെ, നീ നിസ്കരിക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള വാച്ചിന് 25,000 രൂപയല്ലേ? നീ ധരിച്ചിട്ടുള്ള ഷൂ 30,000 രൂപയല്ലേ? നീ ധരിച്ചിട്ടുള്ള കുപ്പായത്തിന് 10,000 രൂപയല്ലേ? നിന്റെ പാന്റിന് 20,000 രൂപയല്ലേ? ഇതൊക്കെ ചെയ്യുന്ന നിന്റെ തലയിലോ നിസ്കരിക്കുന്ന സമയത്തൊരു 3 രൂപയുടെ ടവലില്ലല്ലോ. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. ഒരു ഭാഗത്ത് ഇപ്പൊ യുക്തിവാദികൾ ഓരോ മഹല്ലും പിടിച്ചെടുക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, യുക്തിവാദികൾ ജുമുഅക്ക് വരുന്ന കാലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് യുക്തിവാദികൾ പള്ളിയിൽ നിസ്കരിക്കുന്നു. എന്തിനാ? അതിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിസ്കരിച്ചില്ലെങ്കിൽ കല്യാണം ശരിയാവില്ല. അപ്പൊ ഗ്രാമീണ ആചാരം അതിൽ പങ്കെടുക്കുക, ഗ്രാമീണ ആചാരത്തിൽ പങ്കെടുക്കുക. കല്യാണം കഴിഞ്ഞാലോ പെണ്ണിനും കേടെടുത്തു. ഈടെ അടുത്ത് എന്റെ ക്ലാസ്സിനും വാലിനും പതിവായി പങ്കെടുക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, പെങ്ങളെ കെട്ടിച്ചു. പിറ്റേന്ന് പെങ്ങള് കരഞ്ഞിട്ട് ആങ്ങളെ കൊല്ലിക്കുക, കാക്ക എന്നെ ഒന്ന് കൊണ്ടുപോവാ, എനിക്ക് ഇവിടെ പറ്റൂല. ഇയാള് കുറേ ഉപദേശിച്ചു, പരമാവധി പിടിച്ചിക്കുക. പറ്റൂല കാക്ക, ഞാൻ ഇവിടെ നിൽക്കൂല. എന്തേ? മണിയറയില് ആദ്യ രാത്രി ഇവള് ചോദിച്ചു,
ഒരു മുസാഫ് കൊടുന്നൊരു ഓതാനാണ്. എനിക്ക് മുസാഫിലൊന്നും വിശ്വാസമില്ല, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇജ്ജ് എടുക്കേണ്ടി വരും, ഇതേ മുസാഫ് അതൊക്കെ ആട്ടുംകാട്ടല്ലേ എന്ന്. പുതിയാപ്പിള ആദ്യ രാത്രി പറയാണ്, തെക്കുവള്ള +2 നല്ല മാർക്കിൽ പാസ്സായ പെൺകുട്ടിനോട് പറയാണ്, എന്ത് മുസാഫ് അതൊക്കെ ഇജ്ജെടുത്തോ, എനിക്കതിലൊന്നും വിശ്വാസമില്ല. അപ്പൊ ഭർത്താവ് മുർത്തദ്ദാണ്, ആങ്ങളൊക്കെ വിളിച്ച് കാര്യമാണ് എന്നെ കൊണ്ടേക്കോളേന്ന്. അപ്പൊ മുർത്തദ്ദായവരും പൊരക്കാര് വരെ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇതിങ്ങനെ കേക്കല്ലേ ജബ്ബാർ മാസ പ്രസംഗം, ആരിഫിന്റെ പ്രസംഗം, പലരുടെയും പരിഹാസങ്ങൾ കേൾക്കല്ലേ. ഇന്നത്തെ ഒരു വിഷയം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്റെ 3 ജ്യേഷ്ഠന്മാര് എല്ലാരും കൂടി ഒറ്റ റൂമിൽ കിടക്കല. കാരണം അന്ന് റൂമും ഇല്ല. ഇന്ന് 7ാം ക്ലാസ് മുതൽ ഓരോ കുട്ടിക്കും ഓരോ റൂമാണ്. 10 കുട്ടികളൊരു വീട്ടിലുണ്ടെങ്കിൽ 10 റൂം. അതിൽ ഒറ്റ റൂമുക്ക് ഉമ്മാക്ക് നോ അഡ്മിഷൻ, ബാപ്പാക്ക് എത്തി വെക്കാനേ പാടില്ല. ആ റൂമുക്ക് ചൂലേറ്റ് തൂത്ത് വാരാൻ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കോളിംഗ് ബെല്ല് അടിക്കണം, എന്നിട്ട് അടിമയെ പോലെ പുറത്തുക്കണം, ഞാനൊന്ന് കേറട്ടെ. എന്നിട്ട് 7ാം ക്ലാസ് പഠിക്കണം, പയ്യന്റെ സമ്മതം കിട്ടണം, അപ്പൊ തള്ളക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം കയറാൻ പറ്റുന്ന റൂമാവൂല, റൂമിന്റെ കോലം മാറിയിട്ടുണ്ടാവും. ഈടടുത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മ 10 വയസ്സുള്ള മോനുമായി ഡോക്ടറെ കാണുകയാണ്. അല്ലാ, കാരണം ഈ നാവിന്റെ തലപ്പത്തൊരു വ്രണമാണ്, അത് ചുവന്ന കളറാണ്, ശക്തമായ വേദനയാ. ഡോക്ടർ തന്നെ ആ പല്ല് കടിച്ചിട്ടുണ്ടാവും, നാമം തട്ടിയിട്ടുണ്ടാവും, പ്രശ്നമില്ല, ഒരു ഗുളിക കൊടുത്തു. ഗുളിക കഴിച്ചിട്ട് മാറുന്നില്ല. ഇതിങ്ങനെ മേപ്പട്ടക്ക് ഇതിങ്ങനെ കയറി വരികയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും പോയി. ഡോക്ടർ സാറെ മാറിയിട്ടില്ല, വേദന കാഠിന്യായിട്ട് ഉറക്കമില്ല. ഡോക്ടർ പറഞ്ഞു, ഇത് തീരെ മാറിയിട്ടില്ലേ, എന്നാ പിന്നെ ഒന്ന് പരിശോധിക്കണം എന്ന്. പരിശോധിക്കാൻ വിട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ചെറിയ കുട്ടിയെയും കൂട്ടിയിട്ട് ഉമ്മ ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു, കുട്ടിനൊന്ന് പുറത്തിരുത്തി നിങ്ങൾ കണ്ടുവരുന്ന. ഡോക്ടർ ഉമ്മാനോട് വെച്ചു, നാവിന്റെ സൈഡിൽ ചെറിയ പുണ്ണ് വന്നിട്ടുള്ളൂ, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങളെ കുട്ടിക്ക് മോശപ്പെട്ട സ്വഭാവം ഉണ്ടോ? ഉമ്മ, മോശപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ലഹരിയുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഉമ്മാന്റെ കണ്ണങ്ങട്ട് തള്ളി, ലഹരിയോ? ഞങ്ങളെ കുടുംബത്തിലോ? എന്റെ ബാപ്പ മുത്തക്കയ്യായ മനുഷ്യനാ, വല്യപ്പ ഔലിയാക്കൽപ്പെട്ട ആളാ. ഡോക്ടറെ ചോദിക്കണേന്ന് ശരിയല്ല. അല്ല, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, എന്നാലും എന്തെങ്കിലും നിങ്ങളെടുത്ത് അസ്വാഭാവിക പെരുമാറ്റം കണ്ടിട്ടുണ്ടോ? പനെടുത്ത് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ സത്യം പറയോ? സത്യമാണ്, ഒന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കുട്ടിയല്ല. അപ്പൊ ഡോക്ടർ വലിപ്പം തുറന്നിട്ട് ഒരു ചെറിയ പെട്ടി തൊട്ടു. ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം കണ്ടുകണമെന്ന്. ഇത് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് നല്ല ഒരു ഗോൾഡൻ കളറുള്ള ഒരു പേപ്പർ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു പെട്ടിയാണ്. അത് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഓന്റെ സ്നേഹിതം കൊടുത്തിട്ട് ഓന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഗൾഫിൽ നിന്ന് ഓടുന്നൊന്നല്ല, ഇതിൽ മാരകമായ ലഹരിയാണ്. ഈ ലഹരിയുടെ പെട്ടിയാണ് ഞാൻ ഇവിടെ കൊടുന്നിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ മോനെ ഒരാഴ്ച ഉപയോഗിച്ചാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ക്യാൻസർ അല്ല, മാരകമായ ക്യാൻസറാണ്. ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി. കേട്ടപ്പോ ഉമ്മ റൂമിലാണ്ട് വീണു. വീഴുന്ന ശബ്ദം കേട്ടിട്ട് പുറത്തുള്ള പയ്യൻ വാതിൽ കുത്തി തുറന്നോക്കും ഉമ്മ ഡോക്ടർ മുമ്പിൽ വീണിട്ടുണ്ട്. ആളുകൾ വന്ന് താങ്ങിക്കൊണ്ടുപോയി. ആ കുട്ടിയുടെ നാവങ്ങ് കട്ട് ചെയ്തു, പല്ലുകളൊക്കെ എടുത്തുപോയി. പിന്നീട് ചുണ്ടിലേക്ക് പടർന്നപ്പോൾ ചുണ്ടും മരിയാൻ തുടങ്ങി. മൂർഖൻ പാമ്പോ രാജവെമ്പാലയോ പാർത്തിരിക്കുന്ന പൊത്തുപോലെ ഈ കുട്ടിയുടെ വായ ഒരു പൊത്തായി മാറി. കഠിനമായ വേദന കൊണ്ട് പാതിരാവിനെ പകലാക്കി ചീറുന്ന കുട്ടിയെ നോക്കിയിട്ട് ഈ ഉമ്മ ഇപ്പോൾ ദ്വാർക്കുന്നത്, അല്ലാ, എന്റെ കുട്ടിയെ നീ ഒന്ന് മരിപ്പിക്കണേ അല്ലാ. ഉമ്മമാരെ, അതുകൊണ്ടാണ് നേരത്തെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അത്അമ ലിശാരിബിൽ ഖംറി ലുഖ്മാ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വ അഖറബാ. ആരെങ്കിലും കള്ളുകുടിയന് ഒരു പിടി ഭക്ഷണം കൊടുത്താ, ഇത് കള്ളുകുടിയനെ കുറിച്ചല്ല പറയുന്നത്, കള്ളുകുടിയന് ഭക്ഷണം കൊടുക്കുന്ന വാപ്പായെ കുറിച്ചാ പറയുന്നത്. ഇത് കള്ള് എന്ന് പറഞ്ഞാൽ കുപ്പി വാങ്ങി കുലുക്കി കുടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കാലമല്ല. ഇന്ന് കള്ള് ശ്വസിക്കുന്ന കാലമാണ്, വലിക്കുന്ന കാലമാണ്, കുത്തിവെക്കുന്ന കാലമാണ്, പല്ലിന്റെ ഇടയിൽ കൊണ്ടു നടക്കുന്ന കാലമാണ്. ഇന്ന് പാനീയമല്ല,
പൊടികളാണ്. അതിൽ ആധുനികമായ പൊടിയാണ് MDMA. പ്രിയപ്പെട്ടവരെ, കൽക്കണ്ടത്തരിയുടെ വലിപ്പമുള്ള, പഞ്ചാരത്തരിയുടെ വലിപ്പമുള്ള ഈ സാധനം നിങ്ങളുടെ കുട്ടികളുടെ നാവിന്റെ അടിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാ 50 മണിക്കൂർ വാപ്പയാരാന്നറിയൂല, ഉമ്മാരാന്നറിയൂല. ശ്രദ്ധിക്കാതിരുന്ന നിങ്ങളുടെ കുട്ടി കാട്ടാളനാകുമേ, കശ്മലനാകുമേ, കൊലയാളിയാകുമേ, വ്യഭിചാരിയാകുമേ, കണ്ടാമൃഗമാകുമേ. ആരെങ്കിലും കള്ളുകുടിയൻ ഒരു പിടി ഭക്ഷണം കൊടുത്താൽ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യത്തൻ വഅഖറബാ. കള്ളുകുടിയനെ കുറിച്ചല്ല ഈ പറഞ്ഞ കേട്ടോ, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇത് നിസ്കരിക്കണ, ഹജ്ജ് ചെയ്യണ, ഉംറ ചെയ്യണ ബാപ്പാനെ കുറിച്ചുമാണ്. പക്ഷേ MDMന്റെ ഒരു കുട്ടി വീട്ടിലുണ്ട്, പാസ്പാസിന്റെ കുട്ടി വീട്ടിലുണ്ട്, പാമ്പരാഗന്റെ കുട്ടി വീട്ടിലുണ്ട്, വോഡ്കയുടെ കുട്ടി വീട്ടിലുണ്ട്, റോക്കിന്റെ കുട്ടി വീട്ടിലുണ്ട്. പക്ഷെ അവനെ തിരുത്താതെ അവൻ അവന്റെ വഴിക്ക് വിട്ടു. കുട്ടി കഞ്ചാവിന്റെ ആളായി, കള്ളിന്റെ ആളായി. എന്നാ ബാപ്പാക്ക് നിസ്കാരത്താകുമ്പോണ്ടെങ്കിലും ഇയാളെ നാളെ കബറിൽ കൊണ്ടുപോയി ഇറക്കപ്പെട്ടാൽ തേളുകളും പാമ്പുകളും അദ്ദേഹത്തിന്റെ ശരീരത്തെ കവർ ചെയ്യും, ചുറ്റി ആക്രമിക്കും, അവനെ അദാബ് ചെയ്യുമെന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ കുട്ടികളെ കൂട്ടത്തിലൊക്കെ ശംസുൽമ ഉണ്ടാവും, കാലഘട്ടത്തിന്റെ ശംസുൽമ, കാലഘട്ടത്തിന് CH ഉസ്താദ് ഉണ്ടാവും. പക്ഷെ നമ്മളതിന് വളട്ട് കൊടുക്കണം. കാലഘട്ടത്തിന് ശംസുൽമുണ്ട്, കാലഘട്ടത്തിന്റെ ശംസുൽമ ഇവിടെ വന്നു പോയത്. നിങ്ങളെ കുട്ടികളെ കൂട്ടത്തിൽ അങ്ങനെ ആകാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്, നമ്മൾ തടയിടുകയാണ്. അവരെ നന്മയിലേക്ക് വിടുന്നില്ല, വാലിന് വിടുന്നില്ല. മദ്രസ പഠിക്കാൻ കുട്ടി 5ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പറയണം, അപ്പേ ഞാൻ മദ്രസ കൊണ്ടില്ല. എന്റെ സ്കൂളും മദ്രസും കൂടി ഒപ്പം കൊണ്ടാൻ പറ്റില്ല. അന്ന് നേരത്തെ തന്നെ നിർത്തിക്കൂടായിരുന്നില്ല. പിന്നെ എന്തിനാ എത്ര 5 വരെ കാത്തുന്നത്? ഒരു പ്രശ്നമില്ല വാപ്പ. ഇതേ കുട്ടി സ്കൂൾ 10 പഠിച്ച് എന്നിട്ട് പറയാണ് ഞാൻ നിർത്താം. എന്താ ഭാവി കേടെടുത്ത? സ്കൂൾ 10 വരെ പഠിച്ചിട്ട് നിർത്തിയാ ഭാവി കേടെടുത്തലായി. മദ്രസ 5 വരെ പഠിച്ചിട്ട് നിർത്തിയാൽ നേരത്തെ തന്നെ നിർത്തിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കല്ലോ. ഇയാളെ പേരും ബാപ്പാന്നാണ്. ഈ ബയോളജിക്കലി വാപ്പിയമ്മയുണ്ടല്ലോ, അത് കാട്ടിലുണ്ട്. ആനകളെ കൂട്ടത്തിൽ വാപ്പിയമ്മയൊക്കെ അല്ലേ, പക്ഷെ പേരിടില്ല എന്നല്ലേ ഉള്ളൂ. കാട്ടിലില്ലേ സാധനങ്ങളൊക്കെ. ബയോളജിക്കലി പിതാവ്, ബാപ്പയാ പോരാ, രക്ഷിതാവണം. എന്താ രക്ഷിതാവ്? കുട്ടിന്റെ ജസദിന്റെയും റൂഹിന്റെയും പ്രകാശത്തിന്, വികാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെ പേരാണ് രക്ഷിതാവ്. ഞാൻ ചോദിക്കട്ടെ, കുട്ടിയുടെ ശരീരത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനാ അബുദാബി പോണത്, അതിനാ കുവൈത്ത് പോണത്. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചത് ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരന്റെ വീട്ടിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു 4 കുട്ടികളെ പോറ്റാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ലണ്ടനിൽ പോണ്. ഇതൊക്കെ കുട്ടികളുടെ ശരീരത്തെ പോറ്റാൻ പോവല്ലേ? എന്റെ ചോദ്യം, കുട്ടിന്റെ റൂഹിനെ പോറ്റാൻ നീ എവിടെ വരെയാണ് പോയത്? നീ എന്താണ് ചെയ്തത്? നീ എന്താണ് പഠിപ്പിച്ചത്? ഇല്ലെങ്കിൽ സൈഡ് എഫക്ട് ഖുർആൻ പറയണേ, ഈ ബാപ്പ നാളെ മോനെ കാണുമ്പോ മഅ്ശറിന്ന് ഓടും. എന്റെ കടമ പാലിക്കാത്ത വാപ്പായതുകൊണ്ട് എന്ന ഇശാറത്ത് അതിലുണ്ട് എന്നാണ്. മോനെ കാണുമ്പോ പേടിയാവും, മോളെ കാണുമ്പോ പേടിയാവും. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനവറുകളുടെ ബാപ്പ പൂക്കോയത്തങ്ങൾ പോലീസുകാരെ ജയിലിൽ കൊണ്ടാൻ വേണ്ടി വന്നു കോഴിക്കോട് കാരാഗ്രഹത്തിലേക്ക്. നിരപരാധിയായിരിക്കെ വേട്ടയാടപ്പെട്ടതാണ്. ആളുകളാണ്ട് തടിച്ചുകൂടി. പാണക്കാട്ട് കൊടപ്പനക്കൽ ആളുകൾ ജനനിബിഡമായി ശ്വാസം വിടാൻ സ്ഥലമില്ലാതെയായി. പോലീസുകാരെങ്ങനെ നിൽക്കുക, കൊണ്ടുപോകാൻ പറ്റണില്ല. പൂക്കോയ പറഞ്ഞു, തങ്ങൾ റഹിമഹുല്ല എല്ലാരും പിരിഞ്ഞുപോയി, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ടും വരും, ഞാൻ ജയിലിൽ പോകും ഇങ്ങോട്ടന്നെ വരും, എനിക്കൊന്നും പറ്റൂല, നിങ്ങൾ എല്ലാരും പിരിഞ്ഞുപോയി. ആൾക്കാർ പിരിഞ്ഞോണില്ല. അപ്പൊ മഹാനാ പൂക്കോയത്തങ്ങൾ നെഞ്ച് പിടച്ചിട്ട് ജലാന്തരമായ കണ്ണോട് തൊണ്ട ഇടറിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പുറത്തു പോയിട്ടില്ലെങ്കിൽ കോയമോന് ദർശ ഒഴിവാക്കിട്ട് വരും. അപ്പൊ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നിങ്ങൾ ദർസിൽ പഠിക്കണം. ഓനതാ അറിയും, ഓൻ കിതാബ് ഓതാണ്. അപ്പൊ ഓന് ബാപ്പാനെ പോലീസുകാർ കൊണ്ടാ വന്നിങ്ങനെ ആൾക്കാരൊക്കെ കൂടിക്കുന്ന തന്നെ കോയമോന്റെ ദർസ് മുടങ്ങും, കിതാബോത്ത് മുടങ്ങും, ഇൽമു മുടങ്ങും. അതുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. ഒരു ബാപ്പാന്റെ തന്റെ ഇടം നോക്കി
അവരുടെ അമ്മോശനാണ്. മോളെ കെട്ടിച്ച വീട്ടിലേക്ക് പോയിട്ട് ആദ്യത്തെ രാത്രി കഴിഞ്ഞ മോളോട് രണ്ടാം ദിവസം ആ വാപ്പ ചോദിച്ചു, മോളെ ഇന്നലെ രാത്രി അദ്ദാദ് ഓതിയോന്ന് വെച്ചു. അതിന്റെ പേരാണ് ബാപ്പ. നമ്മള് മോളെ കാണാൻ പിറ്റേന്ന് ചോദിച്ചാൽ എന്താ പറയാ, മോളെ അടുക്കളയിൽ ഗ്യാസ് ഉണ്ടാ? വളന്നെ ആകെ തിന്നിട്ട് ഗ്യാസ് ആയിട്ട് നടക്കുക. അമ്മായിമാന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? അമ്മോശനെ എന്നോട് സലാം പറയലുണ്ടോ? പിന്നെ വേറെ ഇങ്ങനെ ചോദിച്ച് കുഴപ്പമുണ്ടാക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇയാളാണ്ട് ചോദിച്ചാൽ കാണാൻ പിടിച്ച ചണക്കെട്ടാണ് പൊട്ടുന്നു. അപ്പ അമ്മ എന്നോട് ഇന്നലെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ എത്തിയ പിന്നെ മോര് ഉണ്ടാക്കാനാ പറയല്. അമ്മായിമ്മ ചായ ഉണ്ടാക്കാനൊക്കെ പറയില്ലേ? ഉറപ്പന്നല്ലേ? ഇതിങ്ങനെ കുട്ടികളെ പറഞ്ഞ് പുളി കയറ്റിയിട്ട് ഉള്ള തൊലാക്ക് മുഴുവൻ ഉണ്ടാക്കും ചില വാപ്പാര്. ചിന്തിക്കണേ. അതാ ഒരു വാപ്പാനെ ഞാൻ പറഞ്ഞുതരാം. മോളോട് വെച്ച് നല്ല ജമാഅത്തായിട്ട് നിസ്കരിച്ചോ? നല്ല അദ്ദാദല്ലയോ? വാപ്പയാണത്. ഞാൻ മണ്ണാർക്കാട് ഭാഗത്തേക്ക് അതിനപ്പോ അവിടെ ഹിഫ്ള് കോളേജിന്റെ നിർമ്മാണത്തിന് ഫണ്ട് പിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പിരിവടങ്ങിയപ്പോ ഒരു കാക്ക 2.5 ലക്ഷം റുപ്യ വണ്ടി കയറാൻ നേരത്തെ എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു, ഒരു പ്രധാന മുറാദ് വെച്ചിട്ടാണ് 2.5 ലക്ഷം ഞാന് നിയത്താക്കിയിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിന് എല്ലായിടത്തും ദ്വാരക്കണം എന്ന്. അപ്പൊ ഞാൻ കരുതി അയാൾക്ക് ക്യാൻസർ ഉണ്ടാവും. അപ്പോഴൊക്കെ അല്ല ഇത് തരും അങ്ങനെ ഒന്നായിട്ട്. അല്ലെങ്കിൽ ആളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും, അല്ലെ ആളെ ഭാര്യ മരിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ കരുതി. അപ്പൊ ചോദിച്ചു നിങ്ങളെ മുറാദ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞെന്താരോ, ഉസ്താദേ എനിക്ക് 5 മക്കളാണ്. ആ 4 മക്കളും ഹയ്യാലസ്സലാ എന്ന വിളിനാദം കേട്ടാൽ പള്ളിയിലെത്തുന്നവരാണ് ഉസ്താദ്. പക്ഷെ ഒരു മോനെ രാത്രി കുറച്ച് ലൈറ്റ് ആയിട്ട് വരും ഓഫീസിൽ നിന്ന്. ഉണ്ട് ഇന്ന് ഞാൻ പള്ളി പോകുമ്പോ സുബീഖ് ഓനെ വിളിച്ചു, ഓൻ നീച്ചില്ല. ഞാൻ പിന്നെ ഉസ്താദിനൊക്കെ കുറച്ച് വർത്താനം പറഞ്ഞു. അങ്ങാടി പോയി പ്രാതലൊക്കെ കഴിച്ചു വന്നപ്പോഴേക്ക് നിസ്കാരം കളായിട്ടുണ്ട്. ഉസ്താദേന്ന് പറഞ്ഞ കാര്യ എന്തേന്ന് വെച്ച് ഓന്റെ ഒന്നത്തെ സുബിയോ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 2.5 ലക്ഷം ഞാൻ തന്നത് എന്റെ മോൻ ഇഞ്ഞ് സുബി കളാൻ പാടില്ല, അതിനാണ് 2.5 ലക്ഷം ഹിഫ്ള് കോളേജിന് സദക്കന്നതെന്ന്. അതിന്റെ പേരാണ് ബാപ്പ. അല്ലാതെ മുണുങ്ങാൻ കൊടുക്കുന്നതിന്റെ പേരല്ല. അത് പുലി മുണുങ്ങാൻ കൊടുക്കുന്നുണ്ട്, പൂച്ചി മുണുങ്ങാൻ കൊടുക്കുന്നുണ്ട്, അത് നരി നമ്മളെക്കാൾ കൊടുക്കുന്നുണ്ട്, പാമ്പുകൾ അതിന്റെ കുട്ടിയെ കൊടുക്കുന്നുണ്ട്. വീട് ഇപ്പൊ തൊയ്ത്തില് പാർക്കണേ, എരുമ പോത്തില്ലേ, വീട് കൊടുത്താ പതാവോ? അപ്പൊ നിങ്ങൾക്ക് എരുമനോട് മോനോടൊക്കെ ഒരേ സ്നേഹ. മോന് മോള് എന്ന നിലയിൽ എന്ത് കൊടുക്കണോ അത് ഇൽമാണ്. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് മദ്രസയിൽ നമുക്ക് ഏതായാലും വീട്ടിൽ മദ്രസ ഉണ്ടാക്കാൻ പറ്റൂല. പഴയ കാലത്ത് മദ്രസ ഇല്ല, വീട് മദ്രസയായിരുന്നു. സദർ വാപ്പയായിരുന്നു, മഹ്റജ് പഠിപ്പിക്കുന്ന ആള് ഉമ്മയായിരുന്നു, തെറ്റ് നോക്കുന്ന ആള് പെങ്ങളായിരുന്നു. ഇന്നിപ്പോ വീട്ടിലുണ്ടോ? അപ്പൊ സമസ്ത എണീറ്റു. കാലോചിതമായി ഇടപെടുന്ന ബർക്കത്തുള്ള കറാമത്തിന്റെ പ്രസ്ഥാനമാണല്ലോ സമസ്ത. അള്ളാഹു നിലനിർത്തി തെറ്റ് അനേക്യങ്ങളൊക്കെ അള്ളാഹു തല ദൂരീകരിക്കട്ടെ. അള്ളാഹു ഉമ്മത്തിനെ ഒറ്റക്കെട്ടാക്കി തെറ്റ് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എത്ര മദ്രസയായി? ഇതാണ് കറാമത്ത്. 10,000 മദ്രസല്ലേ? അമേരിക്കയിലേക്ക് ബഹുമാനപ്പെട്ട ഓണംപള്ളി മുമ്പ് പോയപ്പോഴേ പറഞ്ഞു, ഞാനൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ്. 10,000 സ്ഥാപനങ്ങളെ ഈ പ്രസ്ഥാനം പോറ്റുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ട് എന്ന്. ആളുകൾ എണീറ്റിട്ട് പറഞ്ഞു, പൂജ്യം കൂടിയതല്ലേ എന്ന്. കാരണം 10,000 പോലെ തലക്കേറൂല, എന്നാലും 1000 വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ 10,000 സ്ഥാപനങ്ങളോ? ആളുകൾ വെച്ച് പൂജ്യം കൂട്ടിയതല്ലേ? ഓണംപള്ളി അന്ന് പറഞ്ഞു പൂജ്യം കൂട്ടിയതല്ല, പൂജ്യം ഉള്ളതാണ്. 10,000 അത് ഒരു കറാമത്ത് പോലെയാണ്. അവര് അസ്വാഭാവികമായ ഒരു പ്രയാണം പോലെയാണ് അവർ തലക്കടിച്ചത്. അപ്പൊ അതിന്റെ മേലായില്ലേ എത്ര ലക്ഷം മാലിന്യങ്ങൾ ആർക്കൊക്കെ ശമ്പളം കൊടുക്കണ്? നമ്മൾ അവർക്കൊക്കെ ദീർഘായുസിനും ദ്വാരന്ന് കൊടുക്കണ്ടേ? ഇഖ്ലാസോടെ പ്രവർത്തിച്ച നാളെ അദാബിന്ന് രക്ഷപ്പെടൂലേ? കാരണം ഇത് കാലഘട്ടത്തിന്റെ തമസ്സുക്കു സുന്നയാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അഭിപ്രായത്യസങ്ങളൊക്കെ ഉണ്ടാവുന്നു, അക്കാൻ പോയിക്കോളുന്നു. നമ്മളെന്തിനാ ബേജാറാണ്? ഒരു പരിയിൽ അഭിപ്രായത്യസം ഉണ്ടാവൂലേ? ഒരു കുടുംബത്തിലെ അഭിപ്രായത്യസം ഉണ്ടാവൂലേ? അതുകൊണ്ടൊന്നും ആരും കൈയൊട്ടിച്ചിരിക്കാൻ നിൽക്കണ്ട. ഇന്നലെ ഇങ്ങനെ ആളാണ് തീരും. അള്ളാഹു തആല പെട്ടെന്ന് എല്ലാം തീർത്തു കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെയല്ലോ ആഗ്രഹിക്കേണ്ടത്. അഖീദ പൊളിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല, പക്ഷെ അഭിപ്രായത്യസങ്ങൾ നീണ്ടിക്കുന്നത് നല്ലതുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഭിപ്രായത്യസങ്ങളെയും അള്ളാഹു മാറ്റി നിർത്തി ഈ ഉമ്മത്തിന് ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പടപൊരുതി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ മാനവികതയല്ലേ ഇവിടെ കണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നത്തെ പത്ര കട്ടിങ് വായിച്ചു. മഹാനായ അബ്ദുറഹ്മാനുൻ നഖ്ശബന്ദിയുടെ പേരിൽ നടത്തുന്ന ഉറൂസില് ഇവിടെയുള്ള ഹൈന്ദവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഉറൂസിന്റെ വിഭവങ്ങൾ അവർക്കും കൊടുക്കുകയാണ്.
കാരണം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുസ്ലിമീൻ എന്നല്ല. പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചാൽ ആദ്യം കാണുന്ന സൂറത്ത്, നിസ്കാരത്തിലേക്ക് കടന്നാൽ പ്രധാനമായും ഓതേണ്ട നിർബന്ധമായ സൂറത്ത്, ഒരു ദിവസം 17 റക്അത്തിൽ 17 തവണ ബാധ്യത പൂർത്തീകരിക്കാൻ പാരായണം ചെയ്യുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയല്ലേ. അതിലുള്ളതും അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്നല്ല. രണ്ടു സ്ഥലത്തുമുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുത്തു മുസ്തഫാന്റെ പ്രോജ്വലമായ വിശേഷണമോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അയ്യപ്പനും കാരുണ്യത്തിന്റെ കടലാണ് മുഹമ്മദ് മുസ്തഫ. ജോസഫേട്ടനും സ്നേഹത്തിന്റെ സാഗരമാണ് മുഹമ്മദ് മുസ്തഫ. അബൂബക്കറിനും കാരുണ്യത്തിന്റെ അലയടിയാണ് മുഹമ്മദ് മുസ്തഫ. ലക്ഷ്മി ചേച്ചിക്കും കാരുണ്യത്തിന്റെ കടലാ, ഫാത്തിമയ്ക്കും കാരുണ്യത്തിന്റെ കടലാ. ഹൃദയത്തിന്റെ വസന്തമായ, ജീവിതത്തിന്റെ സുഗന്ധമായ, കൽബിന്റെ തിബിലയായ, റൂഹിന്റെ റാഹത്തായ, വിശ്വാസത്തിന്റെ ശ്വാസമായ, സ്വദറിന്റെ മിസ്ബാഹായ, വിശ്വമാന വികാതയുടെ വിമോചന ഗീതമായ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭമായ, അവലംബമായ, ആരവമായ, ആരംഭമായ അല്ലാഹുവിന്റെ മുത്തേ സ്വലവാത്തി അലാ നബി വസലാമി വഖൈറുൽ അനാമി ബദറുത് തമാമി. അസ്സലാമു അലൈക സൈനുൽ അംബിയാഇ, അസ്സലാമു അലൈക ഖല്ലഖിയാഇ, സ്വലവാത്തി അലാ നബി വസലാമി വഖൈറുൽ അനാമി ബദറുത് തമാമി. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ പാട്ട് കേട്ടിട്ടാ വളർന്ന്. ബാപ്പാക്ക് ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ട്, അതുകൊണ്ട് ഓണാക്കി വെക്കും, ഈ പാട്ടാണ്ട് വെക്കും. നമ്മൾ ഈ പാട്ട് കേട്ടിട്ട് പ്രസംഗത്തിക്കും പാട്ടുക്കും ഉണർന്നു തന്നെ. ഇത് ഏകദേശം ഒരു 45 കൊല്ലം മുമ്പ് തുടങ്ങിയൊരു പാട്ടാണ് ഈ രീതിയിൽ തന്നെ. അതുകൊണ്ട് എന്റെ വാതിലിനടിയിൽ ഇങ്ങനത്തെ പാട്ടുകളെ ഞാൻ പാടല്. ഏകദേശം 45 കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. ഇത് പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയുന്ന പാട്ടാണ്. എത്ര മനോഹരമാണ്. അള്ളാന്റെ ഇസ്മുകൾ ഇങ്ങനെ പറയില്ലേ, ഇടയിൽ ഹബീബാ നബിയുടെയും പേര് പറയും. അത് കേട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ വളരുമ്പോ ആ കുട്ടി റസൂലുള്ളാന്റെ അള്ളാന്റെ ആളായി മാറും. ആ കേട്ടതേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മള് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഉസ്താമാരോട് സലാം പറയും, പക്ഷെ ഉമ്മാനോടും അവരോടും അറിയില്ലല്ലോ. പറയാ ഉസ്താമാര് നല്ല കോച്ചിങ് കണ്ട് കൊടുത്തിട്ട് ചവിട്ട് കാണി അടിച്ചു കയറ്റിയാൽ അന്നത്തെ ദിവസം പേടിയുണ്ടെങ്കിലും ബാപ്പാനണ്ട മട്ടൊക്കെ നോക്കിയിട്ട് ആലൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഒരു സലാമൊക്കെ, അസ്സലാമു അലൈക്കും. ആ വലൈക്കും സലാം. എന്തിയപ്പൊന്നൊരു സലാമൊക്കെ ബാപ്പ. പിന്നെ അടുക്കളയിൽ പോയിട്ട് സലാം പറഞ്ഞെങ്കിൽ കുറച്ചൊരു പരിശീലനം കിട്ടേണ്ടി വരും. ഉമ്മാനോട് പറയണമെങ്കിൽ. ഉമ്മ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ പറയും വേണ്ട, ഉമ്മ ഇതാടാ അസ്സലാമു അലൈക്കും കണ്ടേ സലാം ഏറ്റപ്പെടാ. മനുഷ്യൻ അടുക്കളയിൽ പണിയാ. അതുകൊണ്ട് സലാം പറയാൻ പഠിപ്പിച്ച ഉസ്താദിനെ കണ്ട കുട്ടി എപ്പോഴും സലാം പറയും. ബാപ്പാനും ഉമ്മാനോട് സലാം പറയില്ല. ഇനിയിപ്പൊ അതൊക്കെയാണ് കഴിയും. കുട്ടിക്ക് മദ്രസയിൽ പഠിച്ചത് നമ്മളെ വീട്ടിൽ നടപ്പിലാക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല. കാരണം കുട്ടി മൂത്രയിക്കാൻ വേണ്ടി ബാത്റൂം പോകുമ്പോ കുട്ടിക്ക് അവിടെ ചെരുപ്പില്ല, വലിയ 3 ചെരുപ്പുണ്ട്. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ബാപ്പനെ പരിഗണിച്ചിട്ടില്ല. പരിഗണിച്ചാൽ ചെറിയ ചെരുപ്പ് അവിടെ ഉണ്ടാവില്ലേ? കുട്ടിനെ പരിഗണിച്ചാൽ ചെറിയ ചെരുപ്പ് ബാത്റൂമിന്റെ അവിടെ ഉണ്ടാവില്ലേ? നമ്മൾ ആരെങ്കിലും വീട്ടിൽ കുട്ടികൾക്ക് ചെറിയ ചെരുപ്പ് ഉണ്ടാവും. കാരണം കുട്ടികളെ നമ്മൾ പരിഗണിച്ചിട്ടില്ല, കുട്ടികൾക്ക് സുന്നത്ത് വേണ്ട. പിന്നെ കുട്ടി എന്താ ചെയ്യാ, ഈ തളവള ചെരുപ്പിട്ടിട്ടാണ് കയറും. ആദ്യത്തെ ദിവസം ഞാൻ ടൈൽസും തടഞ്ഞിട്ട് മോന്തത്തിൽ മൂക്കാണ്ട് പൊട്ടു. ഇനി മേലാലെ കുട്ടി ചെരുപ്പിടും. ഇനിയിപ്പൊ അതാണ് കഴിഞ്ഞ് നിസ്കാർ റൂം എന്നിട്ട് മുസല്ലായിട്ട് റൂമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ ഉണ്ടാവും മുസല്ലിയും തൊപ്പിയൊക്കെ. തൊപ്പിയൊന്നും കുട്ടിക്ക് പാകാടില്ല. കുട്ടി ഏത് തൊപ്പിട്ടാലും 200 കുപ്പിക്ക് 500 കുപ്പിന്റെ മൂടിട്ടോ. റുക്കുമ്പോമ്പോ ഇങ്ങട്ട് സുജൂദുക്കുമ്പോ നന്നായിട്ട് കൊഴിഞ്ഞിടുക. പിന്നെ 3 മദ്രസ പഠിച്ചിട്ടുണ്ട്. 3 അനക്കം തുടർച്ചയായിട്ട് അനങ്ങിയ നിസ്കാരം ബാത്തിലാവുന്നു. 3 ഒന്നല്ല 30 അനക്കം അനങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ബാപ്പാക്ക് തൊപ്പി ബാപ്പിടണുള്ളൂ, എന്നെ പരിഗണിച്ചില്ല. ഈ കുട്ടി ഉണ്ടല്ലോ ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് എടുക്കില്ല. കാരണം വീട്ടിൽ അതിന് സൗകര്യമില്ല. മദ്രസയിൽ ഇനി എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അത് നടപ്പിലാക്കുന്ന സമയത്ത് അമൽ ചെയ്യണമത്ത് വീട്ടിലല്ലേ.
മദ്രസയിൽ പഠിപ്പിക്കണേ ളുഹർ നിസ്കരിക്കണം സുബഹി നിസ്കരിക്കണം, പക്ഷെ ആ സമയത്ത് മദ്രസയിലുണ്ടോ? അപ്പൊ പറയില്ലുള്ളത് നമ്മൾ നേരെ കീക്കാൻ തൂക്കായാലും കുട്ടി എന്നാവൂല. അതാണ് മുത്തനബി പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി. ഒറ്റ സംഭവം പറയുന്നത് നിങ്ങൾ നോക്കൂ. പഴയ കാലത്തെ മഹാന്മാർ അത് ആദ്യം അൽഹംദുലില്ലാ എനിക്ക് അസൂയ വരും നിങ്ങളോട്. ഓ എനിക്ക് അസൂയ തോന്നുന്നു. എനിക്ക് ഓരോ ദിവസമെങ്കിലും നിങ്ങളെ നാട്ടിലെ ഖത്തീബായ ഖിദ്മത്ത് ചെയ്യാൻ പോയി. ഒറ്റ ദിവസം, ഒരു കൊല്ലമൊന്നുമല്ല. കാരണം ഞാൻ കേരളത്തിന്റെ ഉള്ളിലും പുറത്ത് ഒരുപാട് മഹല്ലുകളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാ. മറ്റന്നാൾ എനിക്ക് പരിപാടി കാരണം എല്ലാവരും. പക്ഷെ ഇങ്ങനെ ഇത്രമാത്രം എല്ലാം പൂർത്തിയായിന്നൊന്നല്ല ഞാൻ പറയണത്. പരമാവധി ഇത്ര ആക്റ്റീവ് ഉള്ള ഒരു കമ്മിറ്റി, ഞാൻ ഇപ്പൊ നിൽക്കുന്ന മഹല്ലിലെ കമ്മിറ്റി ഉഷാറാണ്. പക്ഷെ എന്നാലും നിരന്തരമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് വലുതായി കാണും. അതാണ് ഒന്ന്. ഇത് പിന്നെ വീട് കുടുംബം അവിടെ വിജയിക്കുള്ളൂ. അങ്ങനെയാ ഖുർആനും പറയുന്നത്. അവിടെയാണ് വിഷയം. 8 കാര്യങ്ങൾ, 3 കാര്യം ഇപ്പുറത്ത്. അവിടെ അള്ളാഹു റസൂല്, അപ്പുറത്തോ കെട്ടിയോള്, കുട്ടിയോള്, ഉമ്മ, ബാപ്പ, സ്നേഹിതന്മാര്, കച്ചവടം, പണം, വീട്. അതാണോ ഇതാണോ? നിങ്ങൾക്ക് സ്നേഹം എന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും അഫ്ലു തഫ്ലു ഉപയോഗിച്ചത് ഏറ്റവും സ്നേഹം. അള്ളാഹിനോട് സ്നേഹമുണ്ട്, പക്ഷെ അതിന്റെ മേലെ ആരോ വേറെ ഉണ്ട്. കാര്യമില്ല എന്നാ ഖുർആൻ പറയുന്നത്. അതിന്റെ ലാസ്റ്റ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹിനോട് സ്നേഹമുണ്ട്, പക്ഷെ അതിനേക്കാളും സ്നേഹം ഭാര്യനോട് ഉണ്ടെങ്കിൽ ഓന് ഖുർആന്റെ വീക്ഷണത്തിൽ ഫാസിഖാണ്. അതല്ല ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാതെ. സ്വഹാബാക്കളുടെ പ്രത്യേകത അല്ല, അവർക്ക് അള്ളാന്റെ റസൂലിന് മേലെ ഒന്നുമില്ല. നമ്മൾ ഖത്താബ് ഇബ്നു ഉമർ പള്ളിയിൽ പോകുമ്പോ കുട്ടിനെ കൊണ്ട്, ചെറിയ പമ്പേഴ്സിന്റെ കുട്ടിനെ കൊണ്ടുവരുന്നിട്ട് അല്ല ഞാൻ പറഞ്ഞു, ഒരു 8-9 വയസ്സായ കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ടുവരും. അങ്ങനെ ഇബ്നു ഉമർ ഇരിക്കണ സമയത്ത് റസൂലുള്ള നരകത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. നോക്ക് കുട്ടികളെ മാറ്റം. പൈതലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ എന്നായത്തോതിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പ്രസംഗിക്കുമ്പോ സദസ്സിലുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ സദസ്സിൽ എത്രയോ ആളുകൾ ഒന്ന് ബോധം കെട്ട് വീണുപോയി. നരകത്തെ കുറിച്ച് പറഞ്ഞതാണ് ഉമ്മ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഓ നിങ്ങൾ സൂക്ഷിച്ചോ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, വഅഹ്ലീകും, നിങ്ങളുടെ അഹ്ലുകാരെ ശരീരങ്ങളെയും സൂക്ഷിച്ചോ, നാറാ, കത്തിക്കാളുന്ന ബീഭത്സകമായ നാരകീയ ജ്വാലയെ തൊട്ട് സൂക്ഷിച്ചോ, വഖൂദുഹാ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ്. ഈ കല്ല് ചെങ്കല്ലാണോ കരിങ്കല്ലാണോ? അഭിപ്രായ വ്യത്യാസം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെങ്കല്ലല്ല കരിങ്കല്ലാണ്. കരിങ്കല്ലാണ്. കാരണം ചെങ്കല്ല് വേഗം കത്തും, വേഗം കെടും. കരിങ്കല്ല് കത്തിയ കെടാൻ പണിയാണ്, കത്തി അങ്ങനെ നിൽക്കും. ചെങ്കല്ല് ചൂടാകുന്നതിനേക്കാളും ശക്തമായി ചൂടാവും കരിങ്കല്ല്. ചെങ്കല്ലിന് പുക ഉണ്ടാവും, പക്ഷെ കരിമ്പുകയാവില്ല. കരിങ്കല്ല് ഇങ്ങോട്ട് കത്തി കിട്ടിയ പുക കട്ട കരിമ്പുകയാകും. 3, 4 ചെങ്കല്ല് മനുഷ്യന്റെ ഇറച്ചിനോട് ഒട്ടിക്കൂല. കരിങ്കല്ല് ഇങ്ങോട്ട് പഴുത്തിട്ട് ചൂടായാൽ മനുഷ്യന്റെ ഇറച്ചിനോട് സിമന്റ് ഒട്ടനായി ഒട്ടിയിട്ട് ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ രണ്ടും കൂടിയാണ് കത്തുക. അതുകൊണ്ട് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ചെങ്കല്ലല്ല കരിങ്കല്ലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ട ആ സാഹസിൽ ഒരു സഹാബി ബോധം കിട്ടും. ഇത് കേട്ടിത് തലയെ കയറ്റിട്ടാ ഇബ്നു ഉമർ എന്ന കൊച്ചുമോനെ ഉമ്മാന്റെ അടുത്ത് പോയത്. അപ്പൊ ഉമ്മ അടുപ്പിക്ക് വിറക് വെക്കാണ്. വിറക് വെച്ചപ്പോ മോനാണ് കാരണം ഉമ്മച്ച് എന്തേ മോനെ, ഉമ്മ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് കുട്ടീനെ, എന്തേ മോനെ, ഉമ്മ എനിക്ക് നരകം പേടിയാണ് ഉമ്മാന്ന് പറഞ്ഞു. ഉമ്മാന്റെ കുട്ടിക്ക് എന്തിയപ്പോ ഇങ്ങനെ ഞാൻ വിറകെങ്ങനെ വെക്കുമ്പോ നരകം പേടിയാൻ കാരണം എന്താ? ഇന്ന് മുത്തുനബിയുടെ ക്ലാസ് നരകത്തെ കുറിച്ചാണ്. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് അത് മനുഷ്യരാണ് ഉമ്മ.
ഇപ്പോൾ നിങ്ങൾ വിറക് വെച്ചപ്പോ നിങ്ങൾ വലിയ വലിയ വിറകുകളൊക്കെ വെക്കുമ്പോ അത് മേലേന്ന് കൊഴിഞ്ഞു വീഴാതിരിക്കാൻ ഇടയിൽ ചെറിയ ചെറിയ പൂളുകൾ വെക്കുന്നത് ഞാൻ കണ്ടു ഉമ്മ. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. നാളെ അബൂജാഹിൽ ഉത്ബത്ത് ശൈബത്ത് പോലെയുള്ള വലിയ വലിയ മുട്ടിവിറകുകള് വെക്കുന്ന സമയത്ത് അത് മേലേന്ന് വീഴാതിരിക്കാൻ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ പീസുകള് പടച്ചവന് വെച്ചു കൊടുക്കുമോ എന്ന് പേടി വന്ന് കരയുകയാണ് ഉമ്മ. എന്ന് കരഞ്ഞ് തളർന്ന് തകർന്ന ചെറിയ ഓമന പൈതലിന് മാറോട് ചേർത്തി പിടിച്ച് തലക്ക് കൈവച്ചുകൊണ്ട് ആ ഉമ്മ ക്ലിയറാക്കി കൊടുക്കുകയാണ്. മോനെ, കുട്ടികൾ നരകത്തിൽ പോകൂല, ഉമ്മാന്റെ കുട്ടി കരയണ്ട. إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇത് പാടിയിട്ട് ഇങ്ങനെ കരയണ വല്യമാര് പുരയിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് അതിന്റെ അർത്ഥം ഒന്നും അറിയില്ല. കുട്ടി ഇങ്ങനെ കണ്ടിട്ട് കണ്ണീരുകൊണ്ട് ഔലിയാക്കളായ കുട്ടികളുണ്ട്. വല്യമാന്റെ കണ്ണീര് കണ്ടിട്ട് ഔലിയാക്കളായ കുട്ടികളുണ്ട്. ഓൾക്ക് അതിന്റെ മാനെ തിരിയില്ല. മാനെ തിരിയണ്ട. അല്ലദീന ഇദാ റൂഉ ദിക്റല്ലാഹ്. പിന്നെ തിരിഞ്ഞോളും. ഇന്ന് ഇതൊക്കെ വീട്ടിലെ ചർച്ചയാണോ പ്രിയപ്പെട്ടവരെ? ഞാൻ 2 ദിവസം മുമ്പ് സ്ഥലം ഞാൻ പറയില്ല, വാതിന് പോയി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് ആ വീട്ടുകാരെ നല്ല തൊപ്പി നിസ്കാരത്താകുമ്പോ കൈമ ചുറ്റിയ മാല ഒക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ മരുവൻ അതിന്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ട്, 2 കാലിന്റെ മുട്ടും പൊട്ടിയിട്ടുണ്ട്, പിന്നെ ഞെരിയാനും പൊട്ടിയിട്ടുണ്ട്, ഫുള്ള് കവർ ചെയ്തിട്ട് അവിടെ കിടത്തിയതാണ്. ഒന്ന് അവന്റെ റൂമിൽ നിങ്ങളെ വാല് വെക്കണം, ആ കാളങ്ങളെ പോലത്തെ എല്ലാവരും വാലും അവൻ കേൾക്കലുണ്ട്, ഒന്ന് അവിടെ കയറിയിട്ട് ഒന്ന് ഓർക്കാനേ ഓനൊരു ആശ്വാസമാവുന്നത്. ഞാൻ പറഞ്ഞു, അതിനിപ്പോ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണോ? നമ്മൾ അതിനൊക്കെ ഉള്ളവരെന്നല്ലേ കയറുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ കഥകന് മുട്ടി. അപ്പൊ അയാളെ 3-4 മക്കളും അതിന്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ കയറിയപ്പോ ഞാൻ ഇങ്ങനെ കറക്കണ ഒരു കൊളർത്തില്ല. ഈ ബാപ്പ മൊബൈൽ ഇങ്ങനെ തുറന്ന് നോക്കണ എന്താ അറിയോ? ഉടുക്കാത്ത പെണ്ണ് അയച്ചിട്ട് ചാടേണ്ട ഡാൻസാണ്. 2 കാലും പൊട്ടിക്കണം, ചേരട്ടിയും പൊട്ടിക്കണം. 3 മക്കള് നേരെ മുമ്പിൽ. അവരെ മുമ്പിൽ വെച്ചിട്ട് ബാപ്പ മൊബൈൽ തുറന്നിട്ട് കാണുന്നത് ഉടുക്കാത്ത പെൺകുട്ടികളെ അർദ്ധനഗ്നകളായിട്ടും അല്ലാതെ കുണുങ്ങി പാടുന്ന സെക്സ് പാട്ട് കേൾക്കുന്ന കാണുന്ന അവരെ മുമ്പിൽ ഈ കുട്ടികള് 4 കണ്ടാലും തലമക്ക് നോക്കിയ ജൂതന്, കഴുത്തക്ക് നോക്കിയ നസ്രാണി, ഊരമക്ക് നോക്കിയ രാമന്, കാലിന്റെ അടിയൊക്കെ നോക്കിയ യുക്തിവാദി. കാരണം ഞെരിയാണി മറിച്ചിക്കണം. മുടിമക്ക് നോക്കിയ ജൂതന്മാരെ കട്ടിങ്, കഴുത്തക്ക് നോക്കിയ ചില കുട്ടികളെ കഴുത്തിൽ ചങ്ങല മാല, ഊരമക്ക് നോക്കിയ പാൻറ്റൊക്കെ ജംഗ്ഷനൊക്കെ ഇറങ്ങിയിട്ട് ഒരു അമ്പുമ കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെയല്ല ഇപ്പൊ കുട്ടികളെ പാന്റ്, കീറിയ പാന്റ്, പാറിയ മുടി, കാൽത്തൊണ്ടയിലെ ബുള്ളറ്റ്, കൈവെള്ളയിലെ മൊബൈൽ. ഇതാണ് ഇന്നത്തെ ലോകം. അത് വിശദീകരിക്കണേ 40 മണിക്കൂർ വേറെ വേണം. ഇതിനെല്ലാ സൗകര്യം ബാപ്പാര്. പക്ഷെ കയ്യിൽ മുസാഫ് ഉണ്ടോ ഇല്ല, കയ്യിൽ തസ്ബീമാല ഉണ്ടോ ഇല്ല, തലമ തൊപ്പി ഉണ്ടോ ഇല്ല, ചുണ്ടിൽ സലാത്ത് ഉണ്ടോ ഇല്ല, ഒന്നുമില്ല. എവിടുക്കാണീ പോക്ക്? ദജ്ജാല് വരാനായിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ തമ്മാടികൾ ദജ്ജാലിന്റെ അനുയായികളായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്താകുമ്പോഴുള്ള കേരളത്തിലെ കുറെ വാപ്പാര മക്കൾ ദജ്ജാലിന്റെ മൗമിമങ്ങളാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നമ്മളെ കുടുംബത്തിൽ നിന്ന് അല്ലാഹു ഇല്ലാതാക്കട്ടെ. അവിടെയാണ് സുബൈക്ക് കുട്ടികൾ പള്ളിയിലെത്തണം എന്ന നിബന്ധന ഉസ്താദുമാരും കമ്മിറ്റിക്കാരും സംയുക്തമായിട്ട് തീരുമാനിച്ച്. ഇനി ഒന്നേ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് വാപ്പാരുണ്ടെങ്കിൽ വരിക, അല്ലെങ്കിൽ കുട്ടികളെ വിടുക, പള്ളിയേക്ക് വിടുക. 6 മണിക്കാണ് ഇവിടെ മദ്രസ. അല്ലെ, ഏത് ക്ലാസ്സാ പറഞ്ഞു? പോക്കർ സാഹിബ് എന്നോട് പറഞ്ഞത് ഏത്? 7, 8, 9. അത് അതിബുദ്ധിപരല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം 6 മണിക്ക് തുടങ്ങാൻ 1-ാം ക്ലാസ്സിലെ കുട്ടികളാവോ ശരിയാവില്ലല്ലോ, വരാൻ പറ്റൂല. അപ്പൊ പ്രായോഗികമായ രീതിയിൽ ചിന്തിച്ചിട്ട് നടപ്പിലാക്കിയതാണ്. 7, 8, 9, 6 മണിക്ക്, 9, 10 അതൊക്കെ 6 മണിക്ക്. അതിന് നിങ്ങൾ എല്ലാവരും കുട്ടികളെ സുബീക്ക് പള്ളിയിൽ നിരന്നാണ്ടിരുന്നാൽ പടച്ച തമ്പുരാനെ വലു അന്നഹുൽ ഖുറ ആമനു വത്തഖൗല ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമായി വൽ അർള്. ഈ നാട്ടിൽ അല്ലാഹു തആല ഇറക്കിയ ആയത്താണോ തോന്നി? അതിന് പറ്റുന്ന ഉസ്താദ് വന്നിട്ടുണ്ട്. അതിന് 10 കൊല്ലം ഒരാൾ ഇവിടെ തിണ്ണുണ്ടാക്കിച്ച് പോണുണ്ട്. അത് നിലനിർത്താൻ അവിശ്രമ പരിശ്രമം നടത്തുന്ന ആക്റ്റീവായ കമ്മിറ്റി ഇവിടെ ഉണ്ട്. ഈ നാട്ടുകാരെ നിങ്ങളൊന്നാണ് സഹകരിച്ചു കൊടുത്താൽ മതി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അത് നടപ്പിലാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ തിരിച്ചറിവാണ് അറിവല്ലേ. നമ്മൾ ഏതായാലും അതിലെ മക്കളാവട്ടെ, മക്കളെ കൊണ്ട് നമ്മൾ സ്വർഗത്ത് പോട്ടെ. സുഫിയാനി തൗറല്ലാനെ
ഇൽമു പഠിക്കാൻ ഉമ്മ പറഞ്ഞാക്കുമ്പോ പൊരയിൽ ഇറങ്ങുമ്പോ ഉമ്മ കൈ പിടിച്ചതിന് ഉമ്മാന്റെ കുട്ടിക്കും ഉമ്മാക്കും നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുവിട്ടാ പോയിക്കോളിന്ന് പറഞ്ഞു. കാരണം സ്വർഗത്തിന്റെ പാതയൊക്കെ പോകുമ്പോ ഉമ്മാനെ കാണാൻ പുതിയിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അതാണ് പറഞ്ഞതിന്റെ വേന. ദർസ് പോയിരുന്നിട്ട് ഉമ്മാനെ കാണായിട്ട് ഇടങ്ങറ്. ഇടക്ക് വന്നു, രാത്രി വന്നിട്ട് വാതിലൊട്ടിപ്പോ തുറന്നു, മോനാ എന്റെ മോനെ ഉമ്മാനെ കാണാൻ പുതിയിട്ട് വന്നാറ്. ഞാനോട് പറയില്ല സ്വർഗത്തിൽ വെച്ച് കണ്ടുവിട്ടാന്ന് പോടുന്നതാണ് വാലാണ്ട്. ഉമ്മ കുട്ടികളോട് സ്നേഹമില്ലാത്തോണ്ടല്ല, കൊടുത്തിക്കണ അങ്ങട്ടാണ്. അതാണ് ഇത് നമ്മൾ ചെയ്യും. സയൻസ് പഠിക്കാൻ കൊടുത്തയച്ച മദ്രാസിലായിരിക്കും കുട്ടി, ബാംഗ്ലൂരായിരിക്കും കുട്ടി. ഞാൻ ബെറ്റ വാപ്പ എന്തിനിപ്പോ ലീവ് ഉണ്ടോ? വെക്കേഷൻ ഇല്ലാതെ വരിക, പൈസ കൊടുത്താണ്ട് കൊണ്ടാക്കിയല്ലേ, എന്താ മനസ്സിലാക്കിയത്? ചൂടാവും വാപ്പ. പക്ഷെ അത് മദ്രസിന്റെ വിഷയത്തിലില്ല. കാരണം ഇപ്പൊ നമ്മൾ ടൂറ് പോണതും സിയാറത്തിന് പോണതും വിരുന്ന് പോണതും ഞായറാഴ്ചയാണ്. എന്താ കാര്യം? ഞായറാഴ്ച സ്കൂളില്ല, അന്നാണ് കുറച്ച് കൂടുതൽ മദ്രസ ഉള്ളത്. അത് നമുക്ക് വിഷയമല്ല. എന്നാലോ നാ വാപ്പിയാണ്. ഈ ബാപ്പ ആനായ മതി, ആനക്കൊണ്ട് ഇങ്ങനെ കുട്ടികള്. മക്കളെ കുറിച്ച് ആഖിറത്തെ കുറിച്ച് ബോധമില്ലാത്ത വാപ്പ ഈ മക്കളുടെ ശത്രുവായിട്ട് നാളെ പരലോകത്ത് വരും. അങ്ങനെ മക്കളുടെ ശത്രുവായിട്ട് വാപ്പാരെ നിങ്ങൾ ആരും പരലോകത്ത് വരാൻ ആഗ്രഹമില്ലാത്തവരാണ് എങ്കിൽ നടപ്പിലാക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹു അത് സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായി പ്രസംഗിച്ച് നിങ്ങളെ അടങ്ങറാക്കണം. ഞങ്ങൾ മാരുവിന്റെ യുദ്ധം തുടങ്ങിയവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നേരത്തെ വന്ന് നിങ്ങളോട് നസീഹത്ത് നടത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രസംഗം അടിച്ചേൽപ്പിച്ച് ഓവറാക്കണില്ല. ബഷീറു വലാ തുനഫിറു എന്നാണല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റക്കാരിൽ ലാസ്റ്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നക്ഷബന്ദിയുടെ ഉറൂസിന്റെ പരിപാടി ആയതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയാണ്. നമ്മളെ ഉള്ളിൽ എല്ലാ സാധനവും ഉണ്ട്, നമ്മളാണ്ട് പൊട്ടിച്ചാൽ മതി. ഈ ശരീരം എന്നുള്ളത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് ശരീരത്തിന് ദാഹമുള്ളത്. ശരീരത്തിന് വേണ്ടത് ചിക്കനും മട്ടനും കുട്ടനും പച്ചക്കറിയും ഫ്രൂട്ട്സും മണ്ണും പെണ്ണും പൊന്നൊക്കെയാണ്. കാരണം ഇത് മണ്ണിന്റെ സൃഷ്ടിയാണ്. പക്ഷെ റൂഹ് മണ്ണിന്റെ സൃഷ്ടിയല്ല. റൂഹിന്റെ ദാഹം തീരാങ്ങളെ എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല, പണം കൊടുത്തിട്ടും കാര്യമില്ല, ബിരിയാണി കൊടുത്തിട്ടില്ല. റൂഹ് ആഗ്രഹിക്കുന്ന അള്ളാനെയാണ്. വൈദിസ്തസ്കാ മൂസ, സൂഫിയാക്കളുടെ ഇശാറത്ത് കാണാം. അവിടെ മൂസ എന്ന് പറഞ്ഞ കൽബ് അള്ളഹാനോട് വെള്ളം ചോദിച്ചു. ഏത് വെള്ളം? മാരിഫത്തിന്റെ വെള്ളം. ലിഖൗമിഹി, ആ കൽബാകുന്ന മൂസായുടെ പ്രതീകമാകുന്ന കൽബിന്റെ സൈന്യങ്ങളാകുന്ന അവയവങ്ങൾ ഇസ്തിഖാമത്തിൽ ജീവിക്കണമെങ്കിൽ ആദ്യം ഇൽമ വേണം. അതുകൊണ്ട് റൂഹാകുന്ന കൽബ് അള്ളഹാനോട് വെള്ളം ചോദിച്ചു, ദാഹജലം. അത് മാരിഫത്താണ്. അപ്പൊ അള്ള പറയാം, നമ്മള് പറഞ്ഞു ഇൽരിബ്യാസാക്ക, എന്റെ കയ്യിലുള്ള വടി ഉണ്ടല്ലോ ആണ്ട് അടിച്ചു. ഏതാ വടി? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ആ അൽ ഫിത്ര ഒരു വടിയാണ്. കാരണം അത് ഉമ്മാന്റെ വയറ്റിന്ന് വരുന്ന സമയത്ത് ഏത് കുട്ടിയിലും അന്തർലീനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വടി കൊണ്ട് അടിക്കണം. ആ വടി കൊണ്ട് അൽ ഹജർ. ഏതാണ് അൽ ഹജർ? ثم قست قلوبكم من بعد ذلك فهي كالحجارة. എത്ര വാല് കേട്ടാലും നന്നാവാത്ത പ്രസ്വത്തായ കല്ല് പോലെയുള്ള കൽബില്ലേ, ആ കൽബിലേക്ക് അല്ലാഹ് എന്ന ബോധത്തിൽ നിന്ന് ദിക്റിന്റെ അസ കൊണ്ട് അടിച്ചാൽ ഫൻഫജറത്ത് മിൻഹു ഇസ്നതാ അശറത ഐനാ, 12 നദികൾ പുറപ്പെടുന്നതാണ്. ഏതാണ് 12 നദികള്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് 12 അക്ഷരങ്ങളാണ്. അള്ളാഹ് എന്ന ബോധത്തിൽ നിന്ന് ദിക്റുണ്ട് ഹജറാകുന്ന കൽബിനെ അടിച്ചാൽ അതിന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്, പുറത്ത് കൊണ്ടുവരും. പുറത്തേക്ക് വന്നാലോ നാലില്ല പിള്ളേ മികവുള്ള പിള്ളേ, നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ. 24 സൂചനയാണ്. ഇത് അബ്ദുറഹ്മാൻ ഐദുറുസിയുടെ ഉറൂസ് ആയതുകൊണ്ട് തസോഫിന്റെ ഒരു തഫ്സീറിലെ ഇശാറത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പണിയിട്ടാൽ നമ്മൾ വലിയ മഹാന്മാരാവും. നമ്മളെ ഉള്ളിൽ എല്ലാ കോളുമുണ്ട്, എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട്. ടാങ്കി ഒന്ന് തുറന്നു വിടണം. അതിന് നമ്മൾ എല്ലാ നിലയിലും ശ്രമിക്കണമെന്ന് ആദ്യമായും ആവർത്തിച്ചും എന്നോട് പറഞ്ഞുകൊണ്ട് ശേഷം കേട്ട നിങ്ങളോട് ഉണർത്തി. അള്ളാഹു ഈ സദസ്സ് കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്ത്